ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഹലോ ഹായ് യെസ് ഐ എം RJ ശംഭു. അപ്പൊ വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ തരുവാണ്. അപ്പൊ ഇന്ന് യുവയില് RJ ശംഭുവിന്റെ കൂടെയുള്ള വെരി സ്പെഷ്യൽ ഗസ്റ്റ് അരുണാണ്. അരുൺ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഏത് അരുണാണെന്ന്. നമ്മുടെ ലാലേട്ടന്റെ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന മൂവിയിലെ അഭീകരമായ സ്കേറ്റിംഗ് അഭ്യാസമൊക്കെ കാഴ്ചവെച്ച് ആ ടോണി ഐസക് എന്ന ആ ഒരു കൊച്ചുകുട്ടി ഇപ്പൊ വളർന്നു വലുതായി ധമാക്ക എന്ന ചിത്രത്തിലൂടെ നായകനാവാൻ പോവാണ്. അപ്പൊ അരുൺ, അപ്പൊ ഈ പുതിയ വർഷം പുതിയ തുടക്കമൊക്കെയാണ്, എന്താണ് പ്രതീക്ഷകൾ? ധമാക്ക തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അത് നന്നായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഹീറോ ആയിട്ട് ഫസ്റ്റ് ടൈം അല്ലേ, അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടോ അവരുടെ? തീർച്ചയായിട്ടും ഭയങ്കര ടെൻഷനിലാണ്. അപ്പൊ ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഒരു ഫുൾ ഓൺ സെലിബ്രേഷൻ മൂഡിലുള്ള ഒരു പാട്ട് നമുക്ക് കിട്ടാലോ? ഓക്കെ. അപ്പൊ അരുണെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് തുടക്കം തന്നെ നമ്മുടെ ലാലേട്ടന്റെ കൂടെ ആയിരുന്നു. അപ്പൊ ലാലേട്ടന്റെ തന്നെ ഒരു കിടിലം സൂപ്പർ സോങ് അങ്ങ് പ്ലേ ചെയ്യാം. യു ആർ ലിസ്ണിംഗ് ടു മീ RJ ശംഭു ഇൻ യുവ. ചേട്ടാ 2 മിനി ഗോൾഡ്. എന്റെ കാശങ്ങ കൊടുത്തു കേട്ടാ. ദരിദ്രവാസി. എടാ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ഷോ കാണിച്ച് എന്നെ വിളിക്കരുതെന്ന്. എനിക്കിന്ന് ഒമർ ലുലുവിന്റെ ഒരു അണ്ടകടാകൻ ലവിന്റെ ഓഡിഷൻ ഉണ്ടായിരുന്നു. അതും മിസ്സായി. ഒമർ ലുലുവിന്റെ ഓഡിഷൻ അല്ലേ? എന്നാ പിന്നെ നിനക്ക് എന്തായാലും കിട്ടും. അതെന്താ? അല്ല, പുള്ളി സാധാരണ അഭിനയിക്കറിയാൻ പറ്റാത്തവരെല്ലാം ഓഡീഷനിലൂടെ സെലക്ട് ചെയ്യണത്, അതുകൊണ്ട് പറഞ്ഞ ഫ്രഷ് കോമഡി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് ജോലി വേണോ ഇന്റർവ്യൂവിന് നീ ഒറ്റയ്ക്ക് വെക്കോ, വെറുതെ എന്നെ വന്ന് ശല്യം ചെയ്യരുത്. അവിടെയാണ് ശിവ എന്ന ആത്മാർത്ഥ സുഹൃത്തിനെ നീ അണ്ടർ എസ്റ്റിമേറ്റ്. പിന്നെ നിന്നെ പോലുള്ള മണ്ടന്മാർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കൂട്ടത്തിൽ കുറച്ച് ബുദ്ധിയുള്ള ഞാനൊക്കെ ഭയങ്കര സംഭവമാണ് ഇന്റർവ്യൂ പോലും തോന്നുന്നു. അങ്ങനെ എനിക്ക് ജോലി കിട്ടും. ഈ പെണ്ണ് കാണാനൊക്കെ പോകുമ്പോൾ കാണാൻ കൊള്ളാത്ത നിന്നെ പോലുള്ള പൊട്ടന്മാരെ കൂടെ കൊണ്ടുപോയി. ആ ഒരു ടെക്നിക്കാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചത്. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ തന്തയെ കൂടി വിളിക്കായിരുന്നു. പക്ഷേ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നിന്റെ തന്തയല്ല, എന്റെ ശരിയാക്കി തരാം. ഈ ജോലി കിട്ടിയ തുടക്കത്തില് തന്നെ 35,000 രൂപ ശമ്പളം കിട്ടിയാലല്ലേ, പിന്നെ അലവൻസ്, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, TA. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇവന്റെ റിലേ കട്ടായ ദൈവമേ. ഇതേപോലത്തെ പുസ്തകമൊക്കെ വല്ലപ്പോഴും വായിച്ച് പഠിക്കാൻ നോക്കും. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യട്ടെ. ഇത് ശരിക്കും റിലേ കട്ടായി. എന്താ എന്റെ എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് കാണില്ലേ. ഇവനിട്ടൊരു മുട്ടം പണി കൊടുക്കാം. നീ എന്ത് കാണിക്കണത്? അടിപൊളി. എന്താണ്? ബാക്ക് ടയർ പഞ്ചറായെന്ന് തോന്നുന്നു. നീ ഒന്ന് ഇറങ്ങി നോക്കിയേ. പണ്ടാറങ്ങാനായിട്ട് വണ്ടിക്കുരിക്ക് പോലും പൈസ ഇല്ല. എന്റെ ഇന്റർവ്യൂവിന്റെ വരെ തീരുമാനം. അയ്യേ, സീനൊന്നുമില്ല. ജാക്കിയും സ്റ്റെപ്പിനി ഇരിപ്പുണ്ട്. നിനക്കല്ലേ ഇന്റർവ്യൂവിന് പോകാൻ തിരക്ക്, ഇറങ്ങി മാറ്റിക്കോ. നീ ഇങ്ങോട്ട് വാടാ. അയ്യോ, ഈ ജാക്കറ്റില് എനിക്ക് നിന്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ല. തന്നെ തന്നെ ഇറങ്ങി വെച്ചാൽ മതി. എനിക്കൊരുത്തര സഹായം വേണ്ടാ. ശിവ മെക്കടാ, മെക്ക്, റോയൽ മെക്ക്. എന്നാ പോയി വെക്ക് റോയൽ മെക്ക്. ശരി, പഞ്ചറന്നേരം പറഞ്ഞു. വണ്ടിക്കുരികൾ തന്നിട്ട് പോടാ പുല്ലേ. ഈ ജോലി എനിക്ക് നമുക്കിട്ട് നൈസായിട്ട് പണിയാന്നല്ലേ.
പറയാ ചേച്ചി. എന്താടാ ശിവ, മീൻ മേടിക്കാൻ വേണ്ടി വന്നാണോ? ഏയ് മീൻ മേടിക്കാൻ വന്നല്ല, പിന്നെ എന്റെ പേഴ്സ് കളഞ്ഞു. ചേച്ചി എനിക്കൊരു 100 രൂപ തരും. അയ്യോ മോനെ, കച്ചവടം ഒന്നും ആയിട്ടില്ലടാ. ആരെങ്കിലും മര്യാദ എനിക്ക് ഞാൻ തരാം. നീ എന്ത് പിടിച്ചേ? ഞാൻ ചായ കുടിച്ചിട്ടും വരാം. നീ ഇവിടെ നിൽക്ക്. ആരെങ്കിലും മര്യാദ എനിക്ക് അപ്പ കാഴ്ച ഞാൻ തരാം. കേരളത്തിലെ മുഴുവൻ ബിടെക് വിദ്യാർത്ഥികൾക്കും മാതൃകയായിരിക്കുകയാണ് ഈ യുവാവ്. കുടുംബം പുലർത്താൻ വേണ്ടി മീൻ വിൽക്കാനെത്തിയ ബിടെക് ബിരുദധാരിയാണ് ശിവ. ബിടെക് ബിരുദധാരി മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിവയോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ സമയത്ത് എന്തു തോന്നുന്നു ശിവ? ഞാൻ ചോദിക്കട്ടെ, ഒരു ബിടെക് ബിരുദധാരിക്കൂടെ മീൻ വിൽക്കാൻ പറ്റുന്ന വല്ല നിയമമുണ്ടോ? ഇത് വലിയ വാർത്തയായിട്ട് തോന്നുന്നു. ഇവനെങ്ങാനും വൈറലാവോ? മീൻ കച്ചവടം ഒരു മോശം തൊഴിലാണെന്നുള്ളത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. കിട്ടിയ ഗ്യാപ്പിൽ തള്ളി മറിക്കുക. ബംഗാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇറക്കി വിടണ്ടായിരുന്നു. എല്ലാ തൊഴിലും അതിന്റേതായ മാന്യത കൊണ്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. ചേച്ചി, ശിവയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ചേച്ചിക്ക്? ശിവ ഞങ്ങളുടെ മുത്തല്ലേ. ഈ കഴിഞ്ഞ പ്രളയത്തിൽ ഞങ്ങളെയൊക്കെ ജീവൻ രക്ഷിച്ച സൂപ്പർമാനാ, സൂപ്പർമാൻ. ടോബീന കേക്കണ്ട. ഈ വേഷത്തിൽ മീൻ കച്ചവടത്തിന് എത്താനുള്ള കാരണം എന്താണ് ശിവ? സത്യത്തിൽ ഞാൻ ബ്രിസ്കോ ആൻഡ് ബ്രിസ്കോ എന്ന കമ്പനിയിലേക്ക് ജോലിക്കുള്ള ഇന്റർവ്യൂവിന് പോകുമായിരുന്നു. എനിക്ക് ജോലി കിട്ടുന്നുള്ള പേടി കൊണ്ടും എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ എന്നെ വഴിയിലിറക്കി വിട്ടിട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് ഈ ചൂടത്തിരുന്ന് മീൻ വെക്കുന്ന മറിയച്ചെടുത്ത് ഞാൻ കണ്ടത്. അവരെ സഹായിക്കണമെന്ന് തോന്നി. അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ട്. അപ്പം ഇന്റർവ്യൂ നഷ്ടപ്പെട്ടു, അതിൽ ദുഃഖമുണ്ടോ? ഇല്ല, എനിക്ക് എന്റെ കഴിവിൽ ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഇന്റർവ്യൂ ജോലിയൊക്കെ ഇനിയും വരുമല്ലോ സാർ. ഞാൻ വെയിറ്റ് ചെയ്യാൻ. ഇതുപോലത്തെ എന്ത് തൊഴിലും ചെയ്യാൻ കഴിവുള്ള സ്മാർട്ടായ ചെറുപ്പക്കാരാണ് കമ്പനി. സി മിസ്റ്റർ സോമൻ സർ, ആ പയ്യനെ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുപോവാ. പിന്നെ ഒരു ബാക്ക് ചാനൽ വരെ കൂടെ കൂട്ടിക്കോ. ഓക്കെ സാർ. കമ്പനിക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. മീനൊക്കെ വിറ്റ് വലിയ വൈറലായിരിക്കുകയാണ്. മലയാളികൾക്ക് അഭിമാനമാണ്. ഇപ്പോൾ ഈ സമയത്ത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഒന്നും തോന്നുന്നില്ല. ചാനേര് വലിഞ്ഞു കയറി വന്നോളൂ. ശിവ തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് പറയാൻ കേട്ടു. ഹോ, എന്ത് വിശാലമായ ചിന്താഗതി. ഇത് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞേ? റീഡിംഗ്. ഞാൻ നല്ല നല്ല ബുക്സ് ഒക്കെ വായിക്കും. ആണോ? ശിവ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള, ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ള, ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ശിവയുടെ ആ പുസ്തകം ഉണ്ടല്ലോ, ആ ഫേവറേറ്റ് ബുക്ക്, അത് ഏതാ ശിവ? ഫേവറേറ്റ് ബുക്ക് എന്ന് പറഞ്ഞാല് ഫയർ. ഓ, വിങ്സ് ഓഫ് ഫയർ, കലാം സാറിന്റെ. എനിക്ക് തോന്നിയിരുന്നു, അല്ലാതെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ശിവ, താങ്കൾ എന്തായാലും നമ്മുടെ കമ്പനിയിൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താങ്ക് യു മാഡം. ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ? ശിവ പ്രിപ്പയർഡ് അല്ലേ? ഐ എം പ്രിപ്പയർഡ്. ബേസിക് മാത്സ് ആണ്. വാട്ട് ഈസ് സൈൻ ക്യൂ ഡിവൈഡഡ് ബൈ കോസ് ക്യൂ? പണിപ്പോളിയല്ലോ, നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു. താങ്ക് യു. കറക്റ്റ് ആൻസർ. എന്നാ പോണാവേ, ഇയാളെ വീണ്ടും വെറും വീട്ടിൽ ഞെട്ടിച്ചോണ്ടിരിക്കണാവേ. എന്താ പോണോ ബേബി ശാലയുടെ ആങ്ങളുടെ മുഖം വെച്ചോണ്ടേ. അടുത്ത തന്നെ സോമൻ ചോദിക്കും, വിച്ച് കളർ അബ്സോർബ് മാക്സിമം ഹീറ്റ്? ഡാർക്കാണല്ലോ. ഓ, ഡാർക്ക് കളർ അബ്സോർബ് മാക്സിമം ഹീറ്റ്. ഈ തല മൊത്തം ഉത്തരങ്ങളാ. കണ്ടില്ലേ മുടി എഴുന്നേറ്റ് നിൽക്കുന്നത്? ശിവയ്ക്ക് പ്രോഗ്രാമിംഗ് ഒക്കെ അറിയില്ലേ? പ്രോഗ്രാമിംഗ് അറിയും തോറും അകലം കൂടുന്ന മഹാസാധനം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ കുറിച്ച് അറിയാൻ ചെന്നത് കമ്പനിയുടെ മുന്നിൽ. ലോനപ്പൻസ് ടെക്നോ സൊല്യൂഷൻസ്. റെസ്യൂം കാണിച്ചപ്പോ എക്സ്പീരിയൻസ് എടുത്ത് വെക്കാൻ പറഞ്ഞു. സപ്ലി അടിച്ച് മൂഞ്ചി തെറ്റിയ എന്റെ കയ്യിൽ എവിടെന്നായ എക്സ്പീരിയൻസ്? പ്രോഗ്രാമിന്റെ ആദ്യ അക്ഷരം പഠിപ്പിച്ചു തന്ന ഊള ജോസിനെ മനസ്സിൽ പച്ചത്തെറി പറഞ്ഞുകൊണ്ട് C++ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം അങ്ങോട്ട് കാച്ചി. സിസ്റ്റം ഹാങ്, നെറ്റ്വർക്ക് ക്രാഷ്. ഓ, പണ്ഡിതൻ. യു ആർ അപ്പോയിന്റഡ്. താങ്ക് യു സർ. താങ്ക് യു. ശിവ മുത്ത ആരെ മുത്ത്?
നീ എന്നെ വലിപ്പിക്കാൻ നോക്കിയല്ലടാ. എടാ ഞാൻ ഇറക്കി വിട്ടതുകൊണ്ടല്ലേ നിനക്ക് ജോലി കിട്ടിയത് വൈറലായതൊക്കെ. അയ്യടാ അതിന്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയാൽ അതെന്തെങ്കിലും നിനക്ക് എന്താണ് ജോലി കിട്ടിയില്ലേ? അതുകൊണ്ട് ഇന്നത്തെ ഫുൾ ചെലവ് നിന്റെ വക. ബാറിപ്പോ ബാറില്ല. ഞാനങ്ങനെ ലോക്കൽസിനോട് ബാറിലൊന്നും പോകുന്നില്ല. എടാ ഞാനിപ്പോ ഒരു സെലിബ്രിറ്റിയാണ്. പിന്നെ അതിന്റെ ഒരു ലെവലൊക്കെ ഞാൻ കാണിക്കണ്ടേ? എന്നാ 2 ഫുള്ളെങ്കിലും എടുക്കോ? ഓടാ മനുഷ്യനായ ഇത്ര ചാട പാടില്ല. എത്ര നേരമായിട്ട് ചോദിക്കുന്നു, ഒരു ഫുള്ളെങ്കിലും എടുത്തൂടെ? കുറെ നേരമായി. അങ്ങനെ ഫുള്ളൊന്നും വേണ്ട. പിന്നെ ഫുൾ ഓൺ പാർട്ടി, പ്രൈവറ്റ് പാർട്ടി, ധമാക്ക. അടിപൊളി ധമാക്ക, കിടുക്കൻ ധിമാക്ക, എനിക്കാ നിനക്കാ ടെല്ല് ടെല്ല് ബ്രോ. അടിപൊളി ധമാക്ക, കിടുക്കൻ ധിമാക്ക, എനിക്കാ നിനക്കാ ടെല്ല് ടെല്ല് ബ്രോ. ചിന്നാനക്കടി പെണ്ണെ, ജിം ജിം ജിനക്കടി പെണ്ണെ, നിലാസുന്ദരിയല്ലേ വരാനെന്തിനി നാണം. ഈ നാടായ നാടൊക്കെ ആഘോഷമാക്കുമൊരു ഓമന സെലിബ്രേഷൻ. ചങ് ചങ് ചങ്ക് ബ്രോ, നീ എൻ ചങ്ക് ബ്രോ, നമ്മൾ തിങ്ക് ബ്രോ, നീ ഇല്ലാതെ എന്ത് ബ്രോ. ചങ് ചങ് ചങ്ക് ബ്രോ, മെല്ലെ തിങ്ക് ബ്രോ, ചുമ്മാ ഒന്ന് തിങ്ക് ബ്രോ, നീ ഇല്ലാതെ എന്ത് ബ്രോ. ചങ് ചങ് ചങ്ക് ബ്രോ, നീ എൻ ചങ്ക് ബ്രോ, നമ്മൾ തിങ്ക് ബ്രോ, നീ ഇല്ലാതെ എന്ത് ബ്രോ. ചങ് ചങ് ചങ്ക് ബ്രോ, മെല്ലെ തിങ്ക് ബ്രോ, ചുമ്മാ ഒന്ന് തിങ്ക് ബ്രോ, നീ ഇല്ലാതെ എന്ത് ബ്രോ. എല്ലുകിട പിണക്കം, ഒരേ വഴി കറക്കം, മണ്ണിലിതോ ചുരുക്കം. വരൂ വരൂ പറക്കാം, ഏതതിലും മുറിക്കാം, പരസ്പരം തുണയ്ക്കാം, ഒത്തൊരുമിച്ചിരിക്കാം. സങ്കടവും നോവുകളും പമ്പകടന്നോടുകയായി ചങ്കുതരും സ്നേഹിതരും അടുത്തു നിൽക്കേ. ഏതുതരം മീനുകളും തോറ്റുമടങ്ങേണ്ടി വരും സൗഹൃദമാം തേന്മഴ തല്ലകരിയുന്നേ. ഇന്നകം പുറം മറന്നു നാം രസിച്ചിടുന്നേ. ചങ് ചങ്ക് ബ്രോ, നീ എൻ ചങ്ക് ബ്രോ, നമ്മൾ തിങ്ക് ബ്രോ, നീ ഇല്ലാതെ എന്ത് ബ്രോ. ചങ് ചങ് ചങ്ക് ബ്രോ, മെല്ലെ തിങ്ക് ബ്രോ, ചുമ്മാ ഒന്ന് വിങ്ക് ബ്രോ, നീ ഇല്ലാതെ എന്ത് ബ്രോ. ധമാക്ക, കിടുക്കൻ ധിമാക്ക, എനിക്കാ നിനക്കാ ടെല്ല് ടെല്ല് ബ്രോ. അടിപൊളി ധമാക്ക, കിടുക്കൻ ധിമാക്ക, എനിക്കാ നിനക്കാ ടെല്ല് ടെല്ല് ബ്രോ. ചിന്നാനക്കടി പെണ്ണെ, ജിം ജിം ജിനക്കടി പെണ്ണെ, നിലാസുന്ദരിയല്ലേ വരാനെന്തിനി നാണം. ഈ നാടായ നാടൊക്കെ ആഘോഷമാക്കുമൊരു ഓമന സെലിബ്രേഷൻ. അങ്ങനെ അടിപൊളി ധമാക്കയും കഴിഞ്ഞു. സ്മെല്ലുണ്ടാ? നല്ലുണ്ട്. അയ്യോ, പിന്നെ ആരെങ്കിലും വന്ന് നിന്നെ പട്ടി മണത്ത് നോക്കണ പോലെ മണത്ത് നോക്കിയാലേ സീനുള്ളൂ. അങ്ങനെ ഇപ്പൊ ആര് വന്ന് മണത്ത് നോക്കാൻ? പിന്നെ വോഡ്ക ആയതുകൊണ്ട് വലിയ സ്മെല്ലൊന്നും ഉണ്ടാവില്ലടാ. നിന്നോട് ആരാ പറഞ്ഞ വോഡ്ക അടിച്ചു കഴിഞ്ഞാൽ സ്മെൽ ഉണ്ടാവില്ല? എടാ മദ്യം ഏത് കുടിച്ചാലും സ്മെല്ലുണ്ടാവും. വോഡ്ക അടിച്ചാൽ മണം ഉണ്ടാവില്ലെന്ന് മണ്ടന്മാര് പറഞ്ഞിട്ട് കാര്യമില്ല. മണമില്ലായിരിക്കാൻ ആകെ ഒരു വഴിയുള്ളൂ. എന്താണത്? മദ്യപിക്കാതിരിക്കണം. എന്നിട്ട് എന്നെ പോലെ കഞ്ചാവ് അടിക്കണം. അതൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പലതും ചിന്തിക്കാൻ പറ്റും. എന്ത് ചിന്തിക്കാൻ? എന്തെല്ലാം ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ പ്രധാനമന്ത്രിയാന്ന് ചിന്തിക്കും, വേൾഡ് മൊത്തം കറങ്ങിടക്കണെന്ന് ചിന്തിക്കും. പിന്നെ പ്രധാനമന്ത്രിയാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റേ കാര്യം സെപ്പറേറ്റ് ചിന്തിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നടന്നു. എനിക്കൊരു പ്രത്യേക നേക്കം. കഞ്ചാവ് അടിച്ചാൽ നമ്മൾ ഫുൾ കൺട്രോൾഡ് ആയിരിക്കും. ഇപ്പൊ തന്നെ നിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. നിന്റെ സ്വന്തം വീട് കണ്ടുപിടിക്കാൻ എന്റെ സഹായം വേണ്ടി വന്നില്ലേ? അത് ശരിയാ.
നീ വീട്ടിലേക്ക് കയറ്. അഥവാ നിന്നെ പിടിച്ചാലും നീ ഫുൾ കോൺഫിഡൻസിൽ നിൽക്കണം. എന്നിട്ടൊരു ഫുൾ ഒറ്റക്കടിച്ച് ഞങ്ങൾ പറഞ്ഞേക്കും. ഓക്കെ, അപ്പൊ ആരും വിശ്വസിക്കില്ല. അപ്പൊ ശരിയല്ലയാ. ഗുഡ് നൈറ്റ്. പെട്ട് എന്തൊരു സ്മെല്ല്. എന്ത് സ്മെല്ല്? മദ്യപിച്ച് മതോന്മത്തനായിട്ട് വന്നിരിക്കുന്നു മമ്മിയുടെ മോൻ. സമാധാനായിട്ട് കിടന്നു. അടിച്ച ഫിറ്റ് പോയി. അവനിതുവരെ ഉറങ്ങിയില്ലേ? ജസ്റ്റ് എസ്കേപ്പ്. അയ്യോ, മമ്മി റിട്ടേൺസ്. എന്താ അമ്മ ഇവിടെ നില്ലടാ. നീ കുടിച്ചിട്ടുണ്ടോ? ആ, കുടിച്ചിട്ടുണ്ട്. ഒരു ഫുള്ള് മൊത്തം കുടിച്ചിട്ടാ വന്നേ. അയ്യോ, ഒരു ഫുള്ളോ? എന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് അവിടെ കയറി വന്നത്? കള്ളുകൂടിയാ? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. ഒന്ന് പോവാമേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒന്ന് നിർത്തണ്ട. എന്റെ കണ്ണിലൊരു കരട് പോയിട്ടുണ്ട്. മോനെ ഒന്ന് ഊതിയേ. നല്ല കീറിണ്ടവൻ. എല്ലാം പൊളിഞ്ഞു. അപ്പൊ നീ പറഞ്ഞത് സത്യമല്ലേ? അല്ല. ഇന്ന് തന്നെ ഞാൻ വെറുതെ വിടത്തില്ലടാ. നിന്റെ അപ്പനെ വിളിച്ചോണ്ട് വരട്ടെ. അതുവരെ നീ ഇവിടെ നനങ്ങരുത്. വാറ്റടിച്ചു, ഫുൾജാർ വാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു. ഇന്ന് അവസാനിപ്പിച്ചു തരാം. വാറ്റടിച്ചു, അയ്യോടാ, ഫുൾജാർ തുടങ്ങിയോ? വാറ്റടിച്ചു. ഓ, മോനോട് ചോദിക്കാൻ പറ്റിയ അപ്പൻ. പോളിച്ചയാ, നിങ്ങളുടെ മോനോടെ കള്ളു കുടിച്ചിട്ട് നിക്കുക. പോയി ചോദിക്ക്. ഞാനെന്തിനാ അവനോട് ചോദിക്കുന്നത്? എന്റെ കയ്യിൽ സാധനം ഇരിക്കല്ലേ. അവൻ വേണമെങ്കിൽ എന്നോട് ചോദിക്കട്ടെ. കണ്ടില്ലേ, ഫുൾജാർ വാറ്റ് ബെസ്റ്റാ. യോ, ഇനി ഇതും കൂടെ ചോദിച്ചവൻ കുടിക്കണോ? അവനൊരു ഫുൾ കൊപ്പി തീർത്തേച്ച് അവിടെ വന്ന് നിക്കുക. അതെന്തിനാന്ന് പോയി ചോദിക്കാൻ. ആഹാ, അതാണോ? എന്നാ ഒന്ന് അറിഞ്ഞിട്ട് എന്റെ കാര്യം. പിന്നൊരു കാര്യം കേട്ടോ, ഒരു ഉപായത്തിൽ ചോദിക്കണം. അടിക്കൊന്നും ചെയ്യരുത്. ചോദിക്കേണ്ട എങ്ങനെയാന്ന് എനിക്കറിയാം. ഇന്നത്തോടെ അവന്റെ അവസാനം പറയണ്ടേ? നീ ഒന്നും പറയില്ല. കർത്താവേ, നല്ലത് കർത്താവേ. ഇങ്ങോട്ട് മാറിയില്ലടാ. സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോഴാണ് പാട്ട്. നീ എന്തിനാടാ കള്ളു കുടിച്ചത്? അത് ശിവയ്ക്ക് ജോലി കിട്ടിയ സന്തോഷത്തിനാ. ശിവയ്ക്ക് ജോലി കിട്ടിയ സന്തോഷത്തിനോ? ശിവയ്ക്ക് ജോലി കിട്ടിയ സന്തോഷത്തിൽ കുടിച്ചതാ പാവം. ഇത് നിനക്ക് തന്നെ ചോദിച്ചാ പോരെ? വെറുതെ എന്റെ വെള്ളവീടെ പോയങ്ങ് കളഞ്ഞല്ലോ. ഏത് നമ്മുടെ ശിവയെ? ആ മണ്ടന് വരെ ജോലി കിട്ടിയ. മോനെ, നീ ഒരു പരാജയമാണല്ലോടാ മോനെ. ചോദിക്കാൻ പറ. ആരാ ഈ സമയത്ത് ബെല്ലടിക്കുന്നത്? വീണ്ടും ഫ്ലോ കളയുമാര്. ഭാഗ്യം, രക്ഷപ്പെട്ട്. ഹലോ. യെസ്. ആ, അങ്കിളെന്താ എന്റെ വീട്ടിൽ? നിന്റെ വീടാ? എടാ പൊട്ടാ, ഇത് എന്റെ വീടാ. എന്താടാ? ആ, ശരിയാണല്ലോ. അപ്പൊ എന്റെ വീട് ഇവിടെ ഒന്നും പറയില്ലേ. ഞാൻ കൊറേ നേരം തപ്പി കിടക്കണേന്നു. ഇടക്ക് ചെറിയ മെമ്മറി കേട്ടോ. ദൈവമേ, അങ്കിളിന് എനിക്ക് ഹെൽപ്പ് ചെയ്യോ? എന്ത് ഹെൽപ്പ്? എന്റെ വീട്ടിൽ പോണ റൂട്ട് മാപ്പ് വരച്ചു. റൂട്ട് മാപ്പ് വരയ്ക്കാൻ ഞാൻ എന്താ മനോരമയാ? പോടാ, വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ. പോളിച്ചയ, ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എന്താ? നിങ്ങളൊരു മണ്ടനാ. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ കെട്ടിയത്. കുന്തം. ഞാൻ നിങ്ങളോട് വെള്ളം ഒഴിച്ചു വന്ന് അവനെ ഉപദേശിക്കാനല്ലേ പറഞ്ഞേ? എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തേ? അവനെ ഉപദേശിക്കാൻ? എടി, കുറച്ചു മുമ്പ് വരെ എനിക്ക് അവന്റെ ഭാവിയെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. നമ്മൾ അതിനെപ്പറ്റി ഓർക്കുന്നേ ഇല്ലല്ലോ. വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ കിടക്കുന്നു ഓർക്കാൻ. ആ ശിവയ്ക്ക് ഒരു ജോലി കിട്ടി. നമ്മുടെ മോനെ എന്നാണോ രക്ഷപ്പെടുന്നത്? അവനെ രക്ഷപ്പെടുത്താൻ എന്റെ കയ്യിൽ ഒരു പ്ലാനുണ്ട്. ഒരു ധമാക്ക പ്ലാൻ. അപ്പാ, എന്താടാ? ഇയോയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന തീരുമാനം ഞാനും അന്നമ്മയും കൂടെ ചേർന്ന് ആലോചിച്ചെടുത്തു. അപ്പനൂടെ കേട്ട അതിനൊരു അഭിപ്രായം പറയാം. എന്താന്ന് വെച്ചാ പറ. എന്താ അവനെ നാടിടത്താൻ? അതൊന്നുമല്ല, പിന്നെ അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. പോയി വാഴ ചെറുക്കാം. നല്ല ബബിൾസ്. എത്ര നേരാ? അവന് കല്യാണം കഴിക്കാനുള്ള മെച്യൂരിറ്റി ഒക്കെ ഉണ്ടോ? അതൊക്കെ കല്യാണം കഴിയുമ്പോ അങ്ങ് ശരിയായിക്കോട്ടെ. അങ്ങനെ ഒരു പെണ്ണിനെ തന്നെയാ ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. അവൻ മനസമാധാനത്തോടു കൂടി നടക്കണ കാണുമ്പോ നിനക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട് അല്ലേ പോളി? ഫ്രസ്ട്രേഷൻ? എന്തോ ഒരു ഗൂഢാലോചന. ഗൂഢാലോചനയല്ല,
കല്യാണാലോചനയാ. കല്യാണോ? മോൾ ഇങ്ങോട്ട് വാ, അപ്പാപ്പം പറയാം. വേണ്ടായിരുന്നു. അതെന്താ? അല്ല, എനിക്കിപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്നാണ്. പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ എന്നെ നിർബന്ധിക്കുവാണെങ്കിൽ എനിക്ക് ഓക്കെ കേട്ടോ. നിനക്കല്ല, ഞങ്ങൾ ഈയോടെ കല്യാണക്കാര്യം പറയുമായിരുന്നു. ഇവള് കൊള്ളാലോ. സോഡാക്കുപ്പിയുടെ വലുപ്പം പോലും ഇല്ല. വെറുതെ ആഗ്രഹിച്ചു. കല്യാണോ? എനിക്കാ? പോളി, നീ സീരിയസ് ആയിട്ടാ? അതെ അപ്പ, പെണ്ണിനെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ കൂട്ടുകാരന്റെ മകളാ. മോനെ, എന്താപ്പാ? ഒരു കോടീശ്വരിയും സുന്ദരിയുമായ ഒരു പെണ്ണ് ഒരു ഓഡി കാറിൽ വന്നിറങ്ങുന്ന നീ ഒന്ന് സങ്കല്പിച്ചു നോക്കി. പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണെങ്കിൽ സൂക്ഷിക്കണം. എന്റെ കനവിൽ ചേരും പെണ്ണേ, എന്റെ ഹൃദയം തേടി നിന്നേ പെണ്ണേ. അവളിങ്ങനെ കാറിൽ നിന്നിറങ്ങി നേരെ ഒരു കോടതിയിലേക്ക് കയറിപ്പോന്നായിട്ട് നീ ഒന്ന് സങ്കല്പിച്ചു നോക്കി. വക്കീലല്ലേ? ഏയ്, വക്കീലൊന്നും അല്ല. അപ്പൊ പിന്നെ ജഡ്ജി ആയിരിക്കും. അതൊന്നും അല്ലപ്പാ, ഒരു ചെറിയ ഡൈവേഴ്സ് കേസ്. അവള് ചെറുതായിട്ടൊന്ന് കെട്ടിയതാ. അപ്പൊ പിന്നെ കോടതി എന്ന് പറഞ്ഞത്? കുടുംബ കോടതി. അയ്യേ, ഡിവോഴ്സ് ആയ പെണ്ണ് ബിൽഡപ്പ് കേട്ടപ്പോഴേ തോന്നി എന്തേലും ഉടായിപ്പായിരിക്കും. മമ്മി ഇതിന് കൂട്ടുവെക്കാണോ? അയ്യോ മക്കളെ, ഡൈവേഴ്സിന്റെ ആരും പറഞ്ഞില്ല എന്റെ അടുത്ത്. നിനക്ക് എന്റെ അപ്പന്റെ സ്വഭാവം അതേപടി കിട്ടിയിട്ടുണ്ട്. എന്താണ്? അങ്ങേര് പല്ലിക്കാട്ടം വരെ കണക്ക് പറഞ്ഞു വെക്കുമായിരുന്നു. എന്താ നീ മിണ്ടാട്ടെ? എന്നാലും ഇത് കുറച്ച് കടന്നുപോയി. അപ്പനൊന്നും മിണ്ടായി. എടാ, നീ അവളെ കെട്ടിയ നമ്മൾ മൊത്തത്തിൽ രക്ഷപ്പെടും. അവസ്ഥയാകെ മോശമാടാ. എന്റെ കടയൊക്കെ പൊളിഞ്ഞിരിക്കുക. നിന്റെ കട പൊളിഞ്ഞതിന് ഒരു പൊളിഞ്ഞ കട ഇവന്റെ തലയിൽ എത്തിവെക്കണം. എനിക്കെങ്ങും വേണ്ട ഈ കല്യാണം. അപ്പം തന്നെ അങ്ങോട്ട് കെട്ടിക്കൊണ്ടാ മതി. ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ പതിവ്രതയും കന്യകയായ ഒരു പെണ്ണിനെ കെട്ടു. കന്യകയോ? എടാ, സ്വന്തം ഭാര്യയെ പോലും ജീവിതത്തിൽ ഒരിക്കലേ കന്യകയായിട്ട് കിട്ടത്തുള്ളൂ. അത് ഉറപ്പൊന്നുമില്ല. കിട്ടിയാ കിട്ടി. അല്ല, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാന്ന് പറയായിരുന്നു. ഒന്ന് പോ അപ്പൊ അവിടുന്ന്. ഒരു രണ്ടാം കെട്ടും കൊണ്ട് വന്നിരിക്കുന്നത് വെറുതെ അവനെ ആശിപ്പിച്ചു. വേണ്ട. അപ്പനെന്ത് ഉടായിപ്പണപ്പാ? എന്തുടായിപ്പ്? ഇന്നല്ലാതെ ഈ ഡൈവേഴ്സിന്റെ കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞു. ബന്ധം കഴിഞ്ഞ പെണ്ണിനെ ഒന്നും എന്റെ മോന് വേണ്ട. അവൻ അത്ര ഗതികേടൊന്നും വന്നിട്ടില്ല. എന്നാ ഞാൻ കെട്ടാടി. നിങ്ങൾ കെട്ടോ എനിക്കറിയാം. അന്നമ്മേ, ഇത് അങ്ങനത്തെ ഡൈവേഴ്സ് അല്ല. പിന്നെ എങ്ങനത്തെ? ഇത് തീവ്രത കുറഞ്ഞ ചെറിയൊരു ഡൈവേഴ്സ്. എന്താ പോകാൻ പോ തീവ്രത കുറയാൻ? സാർ, ഇനി എവിടെയെങ്കിലും ഒപ്പിടാൻ? എനിക്ക് ഒപ്പിട്ട് കളിക്കാനേ. ഇത് പഴയ മലയാളം നോട്ട്ബുക്കിന്റെ ബാക്ക് പേജ് അല്ല. ചോദിച്ചെന്നല്ലേ ഉള്ളൂ. എന്നാലും എന്ത് ഡൈവോഴ്സ്? 2 ദിവസം കൂടെ താമസിക്കുമ്പോഴേക്കും ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാന്നൊക്കെ പറയുന്നത് അത് കുറച്ച് കൂടുതലല്ലേ? ഈ ആ സമയം കൊണ്ട് എങ്ങനെ ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക? അത് സാറേ, ഒരു വണ്ടി നല്ലതാണെന്ന് നോക്കാൻ 1 കൊല്ലം ഓടിക്കണോ? ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാ പോരെ? എക്സ്ക്യൂസ് മീ, ഞാൻ തന്ന പെറ്റീഷനിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ത്? ഇയാൾ ഒരു സൈക്കോ ആണ്. സൈക്കോ? അതെ സർ. ഇയാളുടെ ബോഡി ഗാർഡിനെ ഒന്ന് നോക്കിക്കേ. ഇതെന്തുട്ടത്? അടക്കാക്കിളിയോ? സ്പെഷ്യൽ ബ്രീഡ്. എങ്ങനെയുണ്ട്? ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ ഒരാളെ ബോഡി ഗാർഡായിട്ട് വെക്കോ? അതാണ് ബ്രിട്ടോ. എല്ലാം പോട്ടേന്ന് വെക്കാം. പക്ഷെ ഇയാളുടെ ഒടുക്കത്തെ സംശയരോഗമാണ് സഹിക്കാൻ പറ്റാത്തത്. എങ്ങനെ സംശയിക്കാതിരിക്കും? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ ഒരു പരിചയമില്ലാത്ത എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കാൻ നോക്കിയോളാണ് ഇവൾ. ആന്നേ, അപ്പൊ കുറച്ച് പരിചയമുള്ള ഒരാളെ കണ്ടാൽ ഇവൾ എന്തൊക്കെ ചെയ്യായിരിക്കും? എന്തൊക്കെ ചെയ്യും? സാറ് പറ. 2 ദിവസം ഈ മുതലൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടി? ഇപ്പൊ സാറിന്റെ കാര്യം മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് അവള് വക്കീലിനെ വിളച്ച്. കുട്ടി ഭാഗ്യവതിയാ, നല്ല ഭാഗ്യമുള്ള കുട്ടിയാ. ഒഴിഞ്ഞു പോയല്ലോ. ആയുഷ്മാൻ ആരും ഉണ്ടാക്കിയിട്ടില്ല. 1 സെക്കൻഡ്. അങ്കിളെ. ഹലോ, ഞാൻ ജോലിക്ക് കയറി അറിഞ്ഞില്ല. ഭയങ്കര ശമ്പളം. അറിഞ്ഞ് ഞാനിപ്പോ അത് പറയാൻ വിളിച്ചല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ച. എന്താ? എടാ, ഞങ്ങൾ ഇയോനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അയ്യോ, കല്യാണോ? അവനെ കൊണ്ടാ? ഒരു ജോലിയും കൂലിയില്ലാത്ത അവനെ ആര് പെണ്ണു കൊടുക്കാൻ അങ്ങളെ? ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത നിനക്കൊരു ജോലി കിട്ടിയില്ലേ? അത്രയൊന്നും ബുദ്ധിമുട്ടില്ല അവനൊരു പെണ്ണ് കിട്ടാൻ. പിന്നെ നീ വേണം അവനെ ഈ കല്യാണത്തിനൊന്ന് സമ്മതിപ്പിക്കാൻ. ഞാനോ? അവന് കിട്ടാനത്തിന് എന്റെ സമ്മതം? അങ്കിളെ, ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ബന്ധമൊന്നുമില്ലട്ടാ. അങ്കിള് തെറ്റിദ്ധരിച്ചായിരിക്കുള്ളൂ.
എടാ അതൊന്നും അല്ലടാ പൊട്ട. പിന്നെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വാ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നീ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കണം. അത്ര കാര്യം അത് ഞാൻ ഏറ്റങ്ങള്. താങ്ക് യുടാ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഇത്തിരി തിരക്കില്ല. ഒരു ഫ്രോഡാ. ചിക്കന്റെ കല്യാണം കുളമക്കട നീ എന്താ പദവിയില്ലാതെ വണ്ടി ക്ലീൻ ആക്കണേ? നമ്മക്ക് പെണ്ണുകളമോടെ. പെണ്ണുകളാ? ഞാനൊന്നുമില്ല. പിന്നെ കാര്യം നിന്റെ അപ്പൻ ഉടായ്പാണെങ്കിലും ആൾക്ക് കാഞ്ഞ ബുദ്ധിയാട്ട. കോടീശ്വരി സുന്ദരിയായിട്ടൊരു യുവതി, വേറെ ബാധ്യതകളൊന്നുമില്ല. അല്ല, നീ കെട്ടിക്കഴിയുമ്പോ ബാധ്യതയായിക്കോളും. എന്നാലും ഇത്ര നല്ല ബന്ധം നിനക്ക് എവിടെ നിന്ന് കിട്ടൂടാ? എന്ത് നല്ല ബന്ധം? എനിക്കെങ്കിലും വേണ്ട ഡിവോഴ്സ് ആയ പെണ്ണിനെ. ഡിവോഴ്സിന് എന്താ കുഴപ്പം? നീ കുറച്ചുകൂടി പുരോഗമനപരമായിട്ട് ചിന്തിക്കും. അയ്യടാ, ഞാൻ നിന്റെ അത്ര പുരോഗമനവാദിയൊന്നുമല്ല. നിനക്ക് അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നീ തന്നെ കെട്ടിക്കോ. അല്ല, വേറെ പെണ്ണ് കിട്ടാത്ത അതിനിപ്പോ എന്താ കുഴപ്പം? എനിക്ക് അതിനുള്ള സ്റ്റാറ്റസ് ഒക്കെ ഇല്ലേ? ഇല്ലേ? ഉണ്ട്. നീ സീരിയസ് ആയിട്ടാണ്? പിന്നെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല ഏട്ടാ. ഇവിടെ ഒരു കോടീശ്വരനെ കെട്ടിട്ട് ഞാൻ എന്റെ നാട്ടിലിറങ്ങി നടക്കും. ഞാൻ പിന്നെ BMW മനസ്സിലാക്കി നടക്കൂലേ? ഓ, ഞാനിപ്പൊ ഒരു സെലിബ്രിറ്റി അല്ലേ? അതിന് സെലിബ്രിറ്റിക്ക് രണ്ടാം ഘട്ടൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഒന്നാമത് നിന്റെ ഈ അവിഞ്ഞ ലുക്ക്, അവളാണെങ്കിൽ ക്രിസ്ത്യാനി. എനിക്ക് തോന്നല്ല ഈ നടപടിയാവുന്നു. വെറുതെ നാണം കെടാൻ നിക്കണ്ട ഏട്ടാ. നിനക്ക് കൊടുക്കത്ത അസൂയാണല്ല. അങ്ങനെയൊന്നുമില്ല. ഏത് പെണ്ണിനും വീഴ്ത്താനുള്ള ഒരു സാധനം എന്റെ അടുത്തുണ്ട്. എന്ത് സാധനം? അയ്യേ, നാക്കൊണ്ട് അവളെ ഡയലോഗ് അടിച്ച് ഞാൻ വീഴ്ത്തും. ഓ, അതായിരുന്നാ? എന്നിട്ട് എന്താണ് സാറിന്റെ പരിപാടി? പരിപാടി നമ്മൾ പെണ്ണിടാൻ പോകും. നമ്മളാ? ഞാൻ എന്തിനാ വരുന്നത്? നീ എന്തായാലും വരണം. നീ എന്തെങ്കിലാണ് എന്റെ ഗ്ലാമർ ഒന്ന് എടുത്തു കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ എനിക്ക് മാകാം കോടീശ്വരൻ. ഹലോ, എടാ നീ ഇത് എവിടെ പോയി കിടക്ക? നിനക്കെന്താ പെണ്ണ് കാണാൻ പോണ്ടേ? എടാ, ഞാൻ അമ്മച്ചി പറഞ്ഞിട്ടേ പച്ചക്കറി മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ വന്നേക്കണേ. മാർക്കറ്റിലാ? നീ ബ്യൂട്ടി പാർലറിൽ പോയെന്നാണല്ലോ നിന്റെ അമ്മ പറഞ്ഞത്. ആ തള്ള അങ്ങനെ തന്നെ പറഞ്ഞു. ബ്യൂട്ടി പാർലറിലേക്കാ? ബ്യൂട്ടീഷ്യൻ ഞാൻ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ തന്നെ നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. പിന്നെന്തിനാ? നിന്ന് തള്ളാതെ വാടാ. ശരി. അവിടെ ആദ്യമായി കണ്ടപ്പോൾ നെഞ്ചിനുള്ളിൽ കിച്ച് കിച്ച് എൻ മനം മന്ത്രിച്ചു എന്ന് തരും കിസ് കിസ്. ഷുഗർ ഹണി ബേബി നെഞ്ചിനുള്ളിൽ കിച്ച് കിച്ച് എന്ന് തരും കിസ് കിസ്. ഹലോ, ആ നമ്പർ പറയടാ. എക്സ്ക്യൂസ് മീ, എന്താ? ഒരു നമ്പർ ഒന്ന് മൊബൈലിൽ നോട്ട് ചെയ്യും. പറയടാ. പറഞ്ഞു. 9447 9447 292 292 074. 074. നോട്ട് ചെയ്തോ? ഓക്കെ. അതെ, ഇപ്പൊ നോട്ട് ചെയ്ത എന്റെ നമ്പറാ. സേവ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ഒരു ഹായ് തരും. നോക്കട്ടെ. ഇറങ്ങടാ. ഇവിടെ മിക്കവാറും ഇവനെ തല്ലി ഓടിക്കും. അപ്പോ നിന്റെ ഒപ്പം ബേഡായി അടിച്ചാന്നാ ഞാൻ വിചാരിച്ചത്. ഞാനും. ഇതൊരു ബേഡായി ബംഗ്ലാവല്ലടാ. വരണ്ടായിരുന്നു. എന്താ ഇതൊക്കെ ഫോണിൽ കൂടി അങ്ങ് ഉറപ്പിച്ചപ്പോ ഒരു ഡബിൾ ഓക്കെ അല്ലേ? ഈ സെറ്റപ്പ് ഒക്കെ ഇട്ട് നിന്റെ മനസ്സൊന്നും മാറിയിക്കലട്ടാ. പോടാ അവിടെ. എന്റെ മനസ്സൊന്നും മറത്തില്ല. കോട്ടിട്ട് നന്നായി, റിച്ച് ലുക്ക് കിട്ടും. ഈ ടീഷർട്ട് ഇട്ടിട്ട് ഷർട്ട് തുറന്ന പഴയ ഫാഷനാണ്. കോട്ടൺ സൂട്ട് പുതിയ ഫാഷൻ ആണല്ലോ. കണ്ടിട്ട് സർവന്റാന്ന് തോന്നുന്നു. ഏയ് താല്പര്യമില്ല. എന്താ പ്രശ്നം? അല്ല, അങ്ങനെ ആളെ ചേർത്ത് കിട്ടുന്ന കാശുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ ഒന്നും ഞങ്ങൾക്കില്ല. ആളെ ചേർക്കണമെന്നോ? ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? ഞങ്ങളെ മനസ്സിലായില്ലേ? നിങ്ങള് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ആൾക്കാരല്ലേ? പെണ്ണ് കാണാൻ വന്നതാ. ഓ, സോറി. നിങ്ങൾ ഇന്ന് വരുന്ന പ്രതീക്ഷയില്ല. വരൂ, അകത്തോട്ടിരിക്കാം. ഞാനാ പയ്യെന്ന ഇയാളെ വിചാരിച്ചിരിക്കുന്നേ. അപ്പൊ അയാൾ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ നിന്റെ അനിയനാണ്? എങ്ങനെ കുടിക്കണ്ടായിരുന്നല്ലേ? വരൂ ഇരിക്കൂ. ചെറിയ ആളാണല്ലോ. ഇവിടെ കോട്ടൊക്കെ ഇട്ട് ചില അലവലാദികൾ വലിഞ്ഞു കയറി വരാറുണ്ട്. ഞാൻ അവരിലാരെങ്കിലാണെന്ന് കരുതി. അല്ലെ, ഇതെന്റെ ഒറിജിനലാണ്. എന്താ മോന്റെ പേര് പറഞ്ഞത്? ശിവ. ഞാൻ ഔദ. അപ്പൊ ചേട്ടനല്ലേ ബംഗ്ലാവിലെ ഔദ? അങ്കിൾ എന്ത് ചെയ്യുന്നു?
എനിക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. മെയിൻ ആയിട്ട് യൂസ്ഡ് കാറിന്റെ ബിസിനസ്സാ. അതെനിക്ക് തോന്നി. മൊത്തത്തിൽ യൂസ്ഡ് ആണല്ലോ. അലമ്പാക്കല്ലേ. ഹായ്. ഇവൻ മാത്തുക്കുട്ടി. കണ്ടിട്ട് എലിക്കുടിയെ പോലെ ഉണ്ടല്ലോ. ഇവനാണ് ഇവിടുത്തെ ഓളിനോൾ. ഓ തോട്ടക്കാരൻ. എടി ത്രേസ്യേ ഒന്നിങ്ങോട്ട് വന്നേ. മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്നെ ബാബു ബാബു ബാബേട്ടാ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ. ഇതല്ലേ പെണ്ണ്? അയ്യോ ഇത് പെണ്ണല്ല, പെണ്ണിന്റെ ചേച്ചിയാ. ചേച്ചി പെണ്ണാണല്ലോ. എന്തൊരു ചളിയനെയാണ്. അതെ, ഇത്രയും നേരം അവൾ അവളുടെ റൂമിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ കാണുന്നില്ല. ചേച്ചി ഇവരെ കണ്ടപ്പോ അടുക്കള വഴി ഇറങ്ങി ഓടിക്കാണും. അവൾ എവിടെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ നോക്കിയിട്ട് വരാം. അവളിപ്പോ വരും. നിങ്ങള് ഈ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. കിടക്കം വീടാണല്ലേടാ. പെണ്ണിനി വല്ലവന്റെയും കൂടെ ഒളിച്ചോടി പോയി കാണോ? നീ അതിന്റെ കടിക്കാതിരിക്കും. കീപ് കാം ആൻഡ് വെയിറ്റ് ഫോർ ദ ഗേൾ. ഇതായിരിക്കോ പെണ്ണ്? എവിടെ അമ്പടി ചിഞ്ചിന്നാക്കടി. ഇവിടെ ഒന്ന് ബാലം വായിക്കണോ? എടാ നിന്റെ അപ്പം നിന്ന ബിൽഡപ്പ് വെച്ച് ഇത് തന്നെയാണ് പെണ്ണ്. ആയിരിക്കും. ഇത് തന്നെയാണ് പെണ്ണ്. എടാ ശിവ, ഇവളാണ് പെണ്ണെങ്കി 2ാം കെട്ടല്ല 3ാം കെട്ടാണെങ്കിലും ഞാൻ കെട്ടും. എടാ ചാതിയ, നീ വാക്ക് മാറ്റണ. ഇത് ഞാൻ സമ്മതിക്കൂടാ. അയ്യടാ, നിന്റെ സമ്മതം ആർക്ക് വേണം? ഇതേ എന്റെ അപ്പ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച പെണ്ണാ. പാവ അപ്പൻ, ഞാൻ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. നീ നിന്റെ അപ്പനെക്കാട്ടൂടെ ആയിപ്പാണല്ലോടാ. ആടാ, ഞാനും എന്റെ അപ്പനും ഇടായിപ്പാ. നിനക്ക് പെണ്ണ് വേണമെങ്കിലേ നിന്റെ അപ്പനോട് കണ്ടുപിടിച്ചു തരാൻ പറ. അവൻ ഇറങ്ങിയേക്കുന്ന കെട്ടാൻ. ഹായ്. ഇവളെ കെട്ടിയ ആദ്യം ഒരു പട്ടുപാവാട മേടിച്ചു കൊടുക്കണം. എന്നാലും നമ്മളിവിടെ നിപ്പിക്കിട്ട് അവള് നമ്മളെ മൈൻഡ് ചെയ്ത് പോയോണ്ടാണ്. എനിക്ക് വലിയ പ്രതീക്ഷയില്ലട്ടാ നിനക്കവള് വീഴുവന്ന്. എന്താ നിന്റെ ഈ ഓഞ്ഞലൊക്കെ അവളുടെ തള്ളപോലും വീഴില്ല. വീണില്ലെങ്കിലേ ഞാൻ വീഴ്ത്തും. നീ കണ്ടോടാ. കണ്ണുള്ള പെൺകുട്ടി അവളുടെ മൺകുള്ള ചെറുകിട്ടി എന്റെ നെഞ്ചിലെ ലഡു പൊട്ടി 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 ദിദി 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 സിനദായി. നടന്നിട്ട് തേഞ്ഞിട്ടി ചെരുപ്പിന്മാരും ദേ പൊട്ടി അവളുടെ മമ്മക്ക് പിടികിട്ടി എന്റെ കരണത്ത് ദേ പൊട്ടി 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 ദിദി 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 സിനദായി. ലുക്കിലിവനൊരു മമ്മൂട്ടി യെസ് മൂളിയതേ കട്ടി അവള് പറയല് പോപ്പട്ടി അവന്റെ ഹൃദയം ദേ പൊട്ടി 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 പൊട്ടി. ആദ്യാനുരാഗം തീയായി മാറി ആത്മാവിനാഴം വേവുന്നേ കാണേണ്ട ഒരാളോ
അറിയാതെ വിടവാങ്ങുന്നു നീ പിരിയാതി വഴിയോരത്തു ഞാൻ അകലേക്കായി അകലേക്കായി ഇനി മായുമ്പോഴും എന്നെഞ്ചാകെ നീ എന്നുമേ. എന്നാലും ഇത്രയും പെട്ടെന്ന് നോക്കിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കർത്താവേ, താങ്ക് യു. ഞാനെന്താ ആലോചിച്ചോണ്ട് നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. ആൻ മരിയ. താൻ കഷ്ടപ്പെട്ട് ആൻ മരിയ എന്നൊന്നും വിളിക്കണ്ട, ആനിന്ന് വിളിച്ചാ മതി. ഓക്കേ. അയ്യോ ബിടെക് അല്ലേ? ബിടെക്. പക്ഷെ പാസ്സായിട്ടൊന്നുമില്ല, ഫുൾ സപ്ലിയാ. അതൊക്കെ എഴുതിയെടുക്കാനും വലിയ പാടാ. അതൊക്കെ എനിക്കറിയാം. തനിക്കെങ്ങനെ അറിയാം? എനിക്കും ഉണ്ടായിരുന്നു കൊറേ സപ്ലി. ആണോ? താൻ ഏത് ബ്രാഞ്ചായിരുന്നു? മെക്. ആഹാ, മെക്റാണിയായിരുന്നല്ലേ. തനിക്ക് ഈ ഡിവോഴ്സ് ഒന്നും ഒരു പ്രശ്നമല്ലേ? ലുക്ക് മിസ് ആനി, നമ്മുടെ മല്ലൂസിനൊരു ധാരണയുണ്ട് ഈ ഡിവോഴ്സ് കഴിഞ്ഞ പെണ്ണിനെ കിട്ടുന്ന എന്തോ മോശമാണെന്ന്. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. അതാണല്ലോ ഇവിടുത്തെ സമ്പ്രദായം. യെസ്, ബട്ട് എല്ലാ സമ്പ്രദായ രീതികൾക്കും എതിരാണ് ഞാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ പുരോഗമനവാദിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാനി. ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്ന ശിവ, അവനൊന്നും ഒരു രണ്ടാം കെട്ടുകാരി കല്യാണം കഴിക്കുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. ബിക്കോസ് അവരൊന്നും എന്നെ പോലെ മോഡൽ ചിന്താഗതിയല്ല. ഓക്കെ, ഇതുപോലത്തെ ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണറെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഐ തിങ്ക് യു ആർ ദ വൺ ഫോർ മീ. അയ്യോ, നല്ല പേരാട്ടോ, ഷോർട്ട് ആൻഡ് ക്യൂട്ട്. ഐ ലൈക്ക്. ആണല്ലേ? എല്ലാരും പറയാറുണ്ട്. ആണോ? ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. അതെ, ഇവനൊരു കുഴപ്പമുണ്ട്. സംസാരം തുടങ്ങിയ പിന്നെ നിർത്തൂല, ഭയങ്കര വെറുപ്പിക്കല. അതല്ലേ പഴയ കാമുകി ഇട്ടു. എന്തായാലും കുട്ടി ഭാഗ്യവതിയാണ്. ഇവൻ ഫുൾ ടൈം ആനിയുടെ കാര്യങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടാവും. അത്ര കെയറിംഗ് ആണോ? കെയറിംഗ് ആയിട്ടൊന്നുമല്ല, ഇവനെന്നെ പല ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. മുഴുവൻ സമയം വാലായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. അല്ലടാ? നീ വന്ന പയ്യാനി, നീ ഇപ്പോഴാണ് എന്റെ മോനായി. ഐ എം പ്രൗഡ് ഓഫ് യു മൈ സൺ. പക്ഷെ നീ ഇത്ര പെട്ടെന്ന് സമ്മതിക്കണ്ടായിരുന്നു. ഇപ്പൊ സമ്മതിച്ചായ കുറ്റം? അതല്ലടാ, നീ കുറച്ചുകൂടെ ഡിമാൻഡ്സ് ഇട്ട് നിന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡിമാൻഡ്സ് മുന്നോട്ട് വെക്കാമായിരുന്നു. എനിക്ക് അങ്ങനെ ഡിമാൻഡ്സ് ഒന്നുമില്ലപ്പാ. എനിക്ക് അവളെ ശരിക്കും ഇഷ്ടമായി. ചെക്കൻ കയ്യിൽ പോയിട്ടാ പെങ്കോന്തൻ. അപ്പൊ നീയോ? അപ്പാപ്പനും അമ്മ എന്തിനാ ഇങ്ങനെ ഡാർക്ക് അടിച്ചിരിക്കുന്നേ? നിന്റെ അപ്പന് കാശിന്റെ ആർത്തിയാണെന്ന് വിചാരിക്കാം. നിനക്കിത് എന്തിന്റെ കേടാ ഒരു രണ്ടാം കെട്ടുകാരിയെ കെട്ടാനായിട്ട്? ആ അതന്നെ, നാട്ടുകാരൊക്കെ അറിഞ്ഞത് മോശല്ലേ? നമുക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ? സ്റ്റാറ്റസ് ഇപ്പൊ അത് മാത്രമേ ബാക്കിയുള്ളൂ. കാരണവന്മാര് പണ്ട് കുറച്ച് ഉണ്ടാക്കി വെച്ചതിന്റെ ബലത്തിലാ ഇപ്പോഴും ഒരു മുട്ടില്ലാതെ നടക്കുന്നത്. നിനക്കറിയാലോ. ഇവനും കൂടെ കൈയിട്ട് വാരിയാലേ പിന്നെ അതിലൊന്നുമില്ല. എന്റെ അപ്പ ബിടെക്കിന് സപ്ലൈ അടിച്ച് ഒരു പണിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് കിടക്കുന്ന ഇവന് ഇതിലും നല്ലൊരു ബന്ധം വേറെ എവിടെ കിട്ടാനാ? നിന്റെ അല്ലേ മോൻ? തറവാടികളായ നല്ല റിച്ച് പാർട്ടീസ് ആണ് അവര്. അവളെ കെട്ടിക്കഴിഞ്ഞാൽ ഇവന്റെ ലൈഫ് സേഫ് ആയില്ലേ? അതെ. ഇപ്പൊ തന്നെ 2 കോടിയാണ് ഓഫർ. എന്താ പറഞ്ഞ? 2 കോടി, 2 crores. 2 കോടി? 2 കോടിയാ? എത്ര കോടി കിട്ടിയിട്ട് എന്താ കാര്യം? നാട്ടുകാർ മുമ്പിൽ തലപൊക്കി നടക്കാൻ പറ്റുമോ? എന്റെ അന്നമ്മേ, നാട്ടുകാര് തെണ്ടികളോട് പോവാൻ പറ. പിന്നെ ഇവറ്റകളെ കൊണ്ട് ആകെയുള്ള ഉപകാരം ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം തരാന്നുള്ളൂ മാത്രം. മോളെ, ഒരു 10 രൂപ കടം ചോദിച്ച തരാത്ത നാറികളാണ്. നമ്മുടെ ചിട്ടി കമ്പനി പൊട്ടിയപ്പോ നമുക്ക് അനുഭവം ഉള്ളതല്ലേ? ഈ ബന്ധം ഇവന് രക്ഷപ്പെടാൻ കിട്ടിയൊരു ദൈവാനുഗ്രഹമാണെന്ന് കൂട്ടിയാ മതി. അമ്മേനെ പറഞ്ഞു ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എടാ, ഇവരിങ്ങനൊക്കെ പറയും, നീ ആ ജീവിക്കേണ്ടത് നല്ലോണം ആലോചിച്ചിട്ടാണോ? അതെ അമ്മേ, എനിക്ക് ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഈ ഡിവോഴ്സ് ഒന്നും ഒരു മാറ്ററേ അല്ല. ഞാൻ ഹാപ്പിയാണമ്മ. കണ്ടില്ലേ, ഇവൻ ഭയങ്കര ഹാപ്പിയാണ്. ഇവൻ ഹാപ്പിയാണെങ്കിൽ പിന്നെ നമ്മളും ഹാപ്പി അല്ലേ? അപ്പൊ ഇനി ഒന്നും ആലോചിക്കാനില്ല, കാര്യങ്ങളൊക്കെ പെട്ടെന്നായിക്കോട്ടെ. നല്ല സ്നേഹമുള്ള നാട്ടുകാരാ എപ്പോഴാ കല്യാണം മുടക്കാന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞാ കഴിഞ്ഞു എന്ന് പറയാം. കർത്താവേ, കട്ടയ്ക്ക് കൂടി ഉണ്ടാവണം കേട്ടോ. കർത്താവ് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കൂടെ. നമ്മളിതെങ്ങോട്ടാ പോണേ? താൻ സസ്പെൻസ് വിട്ടിട്ട് കാര്യം പറഞ്ഞേ. ബ്രിട്ടോയുടെ വീട്ടിലേക്ക്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച്? ആ വട്ടന്റെ അടുത്തേക്കാ? എന്തിന്? നമ്മുടെ കല്യാണത്തിന്റെ ആദ്യത്തെ ഇൻവിറ്റേഷൻ അയാൾക്ക് കൊടുക്കണമെന്ന് എന്റെ ഒരു വാശിയാണ്. ആഹാ, എന്നാ പിന്നെ ചവിട്ടി വിട്ടോ. സീൻ ഞാൻ കൊഴിപ്പിച്ചുതരാം. ആ നീ
എടി എന്നെ കെട്ടാൻ 1000 പെമ്പിള്ളേര് നിന്നെയൊക്കെ ആര് കെട്ടാനടി? വല്ല ഡിവോഴ്സും കഴിഞ്ഞിരിക്കുന്ന പരട്ട കളവന്മാരെ കിട്ടിയാലേ. അത് തന്റെ തോന്നലല്ലേ? തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചുള്ളൻ ചെക്കനെ കെട്ടി ഞാൻ തന്റെ മുന്നിൽ വന്ന് നിൽക്കും. എന്ത് ധൈര്യത്തിലടി നീ ഇങ്ങോട്ട് കയറി വന്നു? എന്റെ ധൈര്യത്തില്. ഏതാടി ബംഗാളി? ബംഗാളി അല്ല, ഇയോ ആനിയുടെ ആദ്യ ഭർത്താവ്. ആദ്യ ഭർത്താവ്? അപ്പൊ പിന്നെ ഞാൻ ആരാടാ? തന്നെയൊക്കെ ആരോടോ ഭർത്താവായിട്ട് കൂട്ടിയത്. താനൊക്കെ ഡമ്മി, വേസ്റ്റ് വേസ്റ്റ്. നിനക്ക് മൂന്നാമതൊരുത്തനെ കൂടെ കെട്ടണ്ടെങ്കിൽ ഈ ചപ്പടാച്ചിയെ വിളിച്ചോണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് പൊക്കോണം. പോവാൻ തന്നോടോ വന്നത്. അതിനു മുമ്പ് തനിക്കിത് തന്നിട്ട് പോവാൻ. ഞങ്ങളുടെ വെഡിങ് ഇൻവിറ്റേഷൻ. പിന്നെ കല്യാണത്തിന്റെ ഡേറ്റും സ്ഥലവും അതിൽ എഴുതിയിട്ടുണ്ട്. ആ ഏരിയയിൽ തന്നെ കണ്ടുപോരും. അഥവാ കണ്ട നിന്റെ കുണ്ടറയിലെ അണ്ടി ഫാക്ടറി ഞാൻ അടിച്ചു പൊളിക്കും. ഇനി 10 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഒരു വരവും കൂടി വരും വിത്ത് അവർ ബേബി. അറിയോ? ഓക്കെ ബേബി? പിന്നല്ല സുനി, ഞാൻ പണ്ട് ചെറുപ്പത്തിൽ എന്റെ കളിപ്പാട്ടങ്ങളൊക്കെ പാവപ്പെട്ട പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുമായിരുന്നു. ഇതൊക്കെ അത്രേ ഉള്ളടാ. ഓഹോ, അപ്പൊ മുതലാളിക്ക് ഈ കളിപ്പാട്ടങ്ങളൊന്നും വെച്ച് കളിക്കാൻ അറിയത്തില്ല അല്ലേ? അവനെന്തിനാണ് നിന്നെ കാണുമെന്ന് പറഞ്ഞ? കാല് പിടിച്ചു കറിഞ്ഞ പിന്നെ റിലേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയാനായിരിക്കും. ഞാൻ സമ്മതിക്കാനൊന്നും പോണില്ല. പിന്നെ അവൻ വിളിച്ചപ്പോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എടി, ഇവന്മാരൊന്നും ബോധമില്ലാത്തവന്മാരാണ്. തേച്ചിട്ട് പോയി തോന്നിക്കഴിഞ്ഞാലേ നല്ല ആസിഡാക്രമണം അങ്ങനെ നടത്തി കളയും. അതുകൊണ്ട് ഇവന്മാരെ ഒന്നും തേച്ചതല്ലെന്ന് കൺവിൻസ് ചെയ്ത് വിടണം. നോക്കാം. മിണ്ടല്ലോ, വാ. ഹലോ, എന്താടാ കാണണെന്ന് പറഞ്ഞേ? ഒന്നുമില്ല, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോറിടാ, ഞാൻ നിന്നെ തേച്ചതാണെന്ന് മാത്രം വിചാരിക്കരുത്. അതൊരു ബ്രേക്കപ്പ് കോൾ ആയിരുന്നു. ബ്രേക്കപ്പ് കോൾ? ആ, ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ എന്നല്ലേ നമ്മുടെ ജോസഫ് അന്നെ കുട്ടിച്ചാട്ടൻ പറഞ്ഞിരിക്കുന്നത്. സമ്മൺ ലീവ്സ് ഫ്രം യുവർ ലൈഫ്, ദാറ്റ്സ് ഫോർ സമ്മൺ ബെറ്റർ ടു കം. അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട. നിനക്ക് എന്നെക്കാട്ടി നല്ല പെൺകുട്ടീനെ കിട്ടും. കിട്ടി, അത് പറയാനാ വന്നത്. അവളുടെ ഒരു വേക്കപ്പ് കോൾ. നെക്സ്റ്റ് വീക്ക് ഞങ്ങളുടെ കല്യാണമാണ്. ഷിംന എന്തായാലും വരണം. ഞങ്ങളുടെ ഇൻവിറ്റേഷൻ കാർഡ് ഓട്ടേടി തേപ്പ് കടക്കാരന്റെ മോളെ. നാണിക്കാനെന്റെ പെണ്ണെ നാടേറെ ചുറ്റിട്ടല്ലേ രണ്ടാളും കെട്ടാൻ പോണി സൈലന്റ് കല്യാണം. നാടേറെ പോയെന്നാലും ദാരിക്കായി മുന്നിൽ നിൽക്കെ നാണം വന്നുള്ളിൽ പെയ്യും ഫീലാ കല്യാണം. നീ കാറിൽ കയറും സമയം ദേശന്റെ സീനിൽ മിഴി നനഞ്ഞേ
കണ്ണീർ എന്തിനാണ് ചെല്ലത്താമരയേ നീ തന്നിനൊപ്പം കഴിഞ്ഞാൽ വസ്ത്രാസൊക്കെ നിനക്ക് വന്നാൽ ഈ ചങ്ങത്തങ്ങൾ ഒരിക്കലും മറക്കല്ലേ കള്ളക്കാതലനെ ചെക്കണ വളർത്ത് ഇറങ്ങും മുമ്പേ നമ്മൾ ഒരുമിച്ച് വഴിയിൽ വച്ചേ ഒരു സെൽഫി എടുത്തിട്ട് ആർത്ത് വിളിച്ചിട്ട് കിടുക്കണ ചുവട് വെക്കാം. ഹാപ്പി ഹാപ്പി നമ്മൾ ഹാപ്പി ബ്യൂട്ടി ബ്യൂട്ടി ഇവളൊരു ക്യൂട്ടി. 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 നമ്മുടെ ചെക്കന്റെ കല്യാണം കളറാണടാ, നമ്മുടെ ചെക്കന്റെ കല്യാണം കിടുവാണടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം പൊളിയാനടാ, നമ്മുടെ പെണ്ണിന്റെ കല്യാണം കൊലമാസടാ. നിർത്തട, നമ്മുടെ പാട്ട് പാടാ. ഹാപ്പി ഹാപ്പി നമ്മൾ ഹാപ്പി ബ്യൂട്ടി ബ്യൂട്ടി ഇവളൊരു ക്യൂട്ടി. 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 എടാ ശിവ, തീപ്പെട്ടിയാരുടെ അടുത്താണ് മുത്തേ. എന്താ നിന്റെ ഇടയല്ലേ? ഞാൻ ഈ പിള്ളേരായിട്ട് റോക്കറ്റ് ഒക്കെ ഇട്ട് നിന്നോളാം. ഞാൻ ഇന്ന് നിന്റെ വീട്ടില് തൃശ്ശൂർ പൂരം നടത്തും. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. നിന്റെ ദിവസമല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഒന്ന് പോയടാ അവിടുന്ന്. മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കാൻ. നമുക്ക് റോക്കറ്റ് വിടാം. നീ ഇന്ന് കിടക്കുന്നില്ലേ? ഇല്ല, ഞാൻ കളി കണ്ടിട്ട് കിടന്നോളാം. കളി കാണുന്ന കപ്പടിക്കണം, കൈപ്പടക്കണം. ഇതായിരുന്നാ? വെറുതെ പേടിച്ചു. വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നല്ലേ? ഈ ജനലടക്കട്ടെ. അടച്ചോ. മത്സരമാണിത്. അതാ ലെഫ്റ്റ് വിംഗിൽ നിന്ന് മികച്ചൊരു മുന്നേറ്റ ശ്രമം. ഇങ്ങനെ ഒരു ടാക്ലിംഗ് കേരളത്തിന്റെ മുന്നേറ്റ നിര സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നല്ലൊരു തുടക്കത്തിന് വേണ്ടിയുള്ള കേരളത്തിന്റെ ശ്രമമാണ് കൊൽക്കത്ത ഇവിടെ മുളയിലെ നുള്ളിയിരിക്കുന്നത്. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? ഇക്കൊല്ലത്തെ പുതിയ വിദേശ താരങ്ങൾക്ക് ISL ഇത് അരങ്ങേറ്റ മത്സരമാണ്. ഇന്ത്യൻ സാഹചര്യങ്ങളോടുള്ള അവരുടെ പരിചയക്കുറവാണ് ഇവിടെ നല്ലൊരു അവസരം കേരളത്തിന് നഷ്ടമാക്കിയിരിക്കുന്നത്. കോടികൾ മുടക്കിയുള്ള റിക്രൂട്ട്മെന്റ് ആണ്, വിദേശ റിക്രൂട്ട്മെന്റ് ആണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. കണ്ണു ചിമ്മാണ്ട് കേരളക്കര കാത്തിരിക്കുന്നത് ഈ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടിയാണ്. ഫ്രീ കിക്ക് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്. ഇവളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഞാൻ ആ TV ഒന്ന് ഓഫ് ചെയ്തു. അത് കുഴപ്പമില്ല, അവള് കണ്ടോട്ടെ. എന്നാ കണ്ടോട്ടെ. ലൈറ്റ് ഒന്നുകൂടെ ഓഫ് ചെയ്യാം. തന്നെ ഈ മത്സരം മുന്നേറുകയാണ്. കൊൽക്കത്ത ഗോൾ മുഖത്തേക്ക് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം. ജസൽ കാർണിയർ ഇടതുവനിൽ നിന്നും ജസലിന്റെ സുന്ദരമായ ഒരു ക്രോസ് വരുന്നു. ഓപ്പൺ പോസ്റ്റിൽ ഒരു ഗോൾ അടിക്കാനുള്ള സുവർണ അവസരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത്. അതിഗംഭീരമായ ആദ്യ ഗോൾ സ്കോർ ചെയ്യാനുള്ള അവസരമാണ് ഇവിടെ കൈവിട്ടു പോയിരിക്കുന്നത്. ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ അവിശ്വസനീയമായ ഒരു പിഴവാണ് ഇവിടെ ഓഗ്ബച്ച വരുത്തിയിരിക്കുന്നത്. കോടികളുടെ മൂല്യമുള്ള താരത്തിൽ നിന്നും ആൻ അൺബിലീവബിൾ മിസ്. തലകൊണ്ട് ഒന്ന് തൊട്ട് കൊടുക്കുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ, പക്ഷേ പിടിച്ചതുമില്ല, കടിച്ചതുമില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ്. ഇവിടെ പരിപാടിയിലും ചീറ്റിപ്പോയടാ. ബാക്കി നിൽക്കുമ്പോഴും ആദ്യ ഗോൾ നേടാനാവാത്തതിന്റെ നിരാശയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ടെസ്റ്റ് കിട്ടിട്ട് പോലും ഗോൾ അടിക്കാത്ത മണ്ട. എന്നാലും നിനക്കിങ്ങനൊരു ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം ഉള്ള കാര്യം നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ തന്നെ ഇന്നലെ അല്ലേ അറിഞ്ഞത്. നീ ഇത് സയന്റിഫിക് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ടെസ്റ്റാ? എങ്ങനെ? അതിന് വഴിയുണ്ട്. തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട്? കൊണ്ടുപോടാം കോപ്പ്. ഇന്ന് ഈ പ്രശ്നം തീർന്നില്ലെങ്കിൽ അവളെ മുമ്പിൽ തല പൊക്കി നടക്കാൻ പറ്റൂല. തല പൊക്കാത്തതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നീ
ടെൻഷൻ അടിക്കണ്ട, അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? വയാഗ്ര. അതൊരു വെള്ളച്ചാട്ടമല്ലേ? അത് വയാഗ്ര, ഇത് വയാഗ്ര, ഉത്തേജന മരുന്ന്. അതെവിടെ കിട്ടും? അതാണ് പ്രശ്നം. അതങ്ങനെ വെറുതെ കിട്ടൂല, ഡോക്ടർമാരെ പ്രിസ്ക്രിപ്ഷനൊക്കെ വേണം. പിന്നെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. പെട്ടെന്ന് നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. നീ നൈസായിട്ട് 2 പെഗ് അടിച്ചിട്ടൊന്ന് പോയി നോക്കും. പെഗ് അടിച്ചാ ശരിയാവുമായിരിക്കല്ലേ? നീ 2 പെഗ് അടിക്കുമ്പോ 2 പെഗ് അടിക്കാനുള്ള കാശ് എനിക്കിതാ. അയ്യടാ, അങ്ങനെ നീ കുടിക്കണ്ട. അവൻ കുടിച്ചാൻ വന്നേക്കും. വെറുതെ ഒരു ഐഡിയ വേസ്റ്റ്. പിന്നല്ലാതെ നീ ശിവനെ പറ്റി എന്താ വിചാരിച്ചേ? നിന്റെ മനസ്സ് ശിവനിൽ അർപ്പിച്ച് ആ ശിരസ് തണുപ്പിക്ക്. നിന്റെ മകൻ ചിലപ്പോ നേർവഴിക്ക് വന്നേക്കാം. അമ്മേ, എന്താ ചെറുപ്പാണെന്ന വിചാരം? എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങാൻ വയ്യാണ്ടാവില്ലേ? അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ എപ്പോഴെങ്കിലും എന്റെ വാക്ക് കേട്ടിട്ടുണ്ടോ? അച്ഛാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഗംഗാ, ഇന്നെങ്ങാനും നീ കളി കണ്ട ഈ TV നിന്റെ തലമണ്ടേ ഞാൻ അടിച്ചു പൊളിക്കും. അതിന് ചേട്ടൻ എത്ര വിചാരിച്ചാലും ഇന്ന് കളി നടക്കാൻ പോകുന്നില്ല. എന്താ? മഴ കാരണം കളിയില്ല. അങ്ങനെ നന്നായി. ഇന്നലത്തെ ക്ഷീണം മുഴുവൻ ഞാനിന്ന് തീർക്കും. എടാ ശിവ, നിർത്ത്. കിശോര ചന്ദ്രശേഖരേ പ്രതിക്ഷണം മമ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും കണ്ട് കരയും പറഞ്ഞ പോലെ മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനും കൂടെയില്ലൊരാളും. മാരകമായിട്ടുള്ള എന്തോ അസുഖം ഉണ്ടോ നിനക്ക്? പേടിപ്പിക്കാതടാ. അവള് മുമ്പ് ആകെ നാണം കെട്ടിരിക്ക. വീട്ടുകാരാ നാട്ടുകാരാ വല്ലോ അറിയോന്നുള്ള ടെൻഷൻ വേറെ. നാട്ടുകാരെങ്ങനെ അറിയണം? നീ എന്താ പോസ്റ്റ് അടിക്കാൻ വേണം? നമുക്കിത് രഹസ്യമായിട്ട് പരിഹരിക്കാന്ന്. പെട്ടെന്ന് പരിഹരിക്കണം. അവക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടികൾ വേണമെന്നാ. അതാണ് അവളെ നഴ്സറി തുടങ്ങാൻ പോണ്ട. ഓ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഒരു വെല്ലുവിളിയുടെ കാര്യം. അവൾ ആദ്യത്തെ ഭർത്താവിന്റെ അടുത്ത് 10 മാസം കഴിഞ്ഞ് കുട്ടിയും കൊണ്ട് ചെല്ലാന്ന് ഷോ എടുത്ത് പറഞ്ഞതാ. വെല്ലു കൊടുക്കാൻ പറ്റാത്ത നീ എന്തിനാ വെല്ലുവിളിക്കാൻ പോയത്? ആകെ ടെൻഷനായിട്ട് വയ്യടാ. എന്നെ സാർ ടെൻഷൻ? ഞാൻ ഏതാവത് പണ്ണണമാ? നീ എന്തിനാ അയാളോട് ചൂടായ? അയാൾ വല്ല സഹായം വേണമെന്നല്ലേ ചോദിച്ചോളൂ. നമ്മുടെ സംസ്കാരത്തിന് ഏറെ സഹായമാണ് അയാൾ ചോദിച്ചത്. ഓ, ഇതിനിടയ്ക്ക് ഈ മണ്ടനെ സഹിക്കണമല്ലോ. എനിക്കൊരു ഐഡിയ. എന്ത്? അണ്ണാ, ആ പത്രം വരുമോ? പത്രോ? എന്തിനാണ് പത്രം? അതൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനത്തെ പ്രശ്നത്തിലുള്ള മരുന്നിന്റെ ഹോസ്പിറ്റലിന്റെ ഒക്കെ പരസ്യം സ്ഥിരമായിട്ട് പത്രത്തിൽ വരാറില്ലേ? കാണാറുണ്ട്. ആ വഴിക്കൊന്ന് പിടിച്ചു നോക്കാൻ. വായിച്ചു തോലെ. ചത്ത പാമ്പിനെ പോലും എഴുന്നേൽപ്പിച്ച് നിർത്തി ഡാൻസ് കളിപ്പിക്കുന്ന മഹാൻ. ഇയാള് പാമ്പാട്ടിയാണ്. കുട്ടികളില്ലാത്ത ദമ്പതികളുടെ കണ്ണിലുണ്ട് സെക്സോളജിസ്റ്റുകൾക്കിടയിലെ കറ്റാസ്ട്രോഫിക് ഡോക്ടർ സക്സേന. ഇത് സക്സസ് ആവുമ്പോൾ നീ വന്നേ. വന്ധ്യത കൂടിക്കൊണ്ടിരിക്കണേ. ഇതേതായി പുണ്യാളൻ? പുണ്യാളനല്ലോ, ലോക പ്രസിദ്ധനായ ഡോക്ടറാണ്. ആധുനിക സെക്സോളജിയിലെ 2 മഹാപ്രബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ 10 തലയാ. നീ രാവണൻ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്റെ ട്രീറ്റ്മെന്റ് വളരെ കോസ്റ്റ്ലിയാണ്, പക്ഷെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. എന്റെ കയ്യിൽ അത്രയും കാശൊന്നും എടുക്കാൻ ഉണ്ടാവില്ല. ഡോക്ടർ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ശരിയാക്കി തരണം. ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ ഞാൻ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. വെട്ടൊന്ന് മുറിയുണ്ട്. അതാണ്. അയ്യോ, മുറിച്ചു കളയാനാണെന്ന് വെച്ചാ ഞാൻ വേറെ ഡോക്ടറെ കണ്ടാ പോരെ? ഞാനൊരു ഉദാഹരണം പറയാം. പിന്നെ തന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല. കാമുകി? ഇല്ല. പിന്നെ വേറെ എന്തെങ്കിലും സെറ്റപ്പ്?
ഇല്ല. പിന്നെ എന്തിനാണ് നന്നാക്കുന്നത്? പത്തിരി വരുത്താനോ? അല്ല, യൂറിൻ പാസ് ചെയ്യുമ്പോൾ കുറച്ച് ഫോഴ്സ് കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. അതിനൊരു മോട്ടോർ വാങ്ങി കിട്ടിയതോ യൂറിൻ പാസ് ഫോഴ്സ് കിട്ടാൻ? ഇറങ്ങി പോടാ അവിടുന്ന്. എന്റെ ജീവിതം കോഞ്ഞാട്ടായില്ല ദൈവമേ. ആദ്യം കുറച്ച് നല്ല കസ്റ്റമേഴ്സിനെ കൊണ്ടാ എന്നിട്ട് കത്തിക്കാൻ എഴുതി. എടോ ഒന്ന് ഉഷാറാകടാ, എല്ലാം ഓക്കെയാവും, ഇതെല്ലാം ശരിയാവും. ഡോക്ടർ ചീത്ത പറഞ്ഞു. വയറൊക്കൊന്ന് കുറക്ക്. എന്റെ ജീവിതം കോഞ്ഞാട്ടായി ചേട്ടാ, കോഞ്ഞാട്ടായി. സാർ, യെസ്, കമിങ്. ഇരിക്കൂ. എന്താ എന്റെ പ്രശ്നം? നാണിക്കണ്ട, പറഞ്ഞോ. ഒന്നായിട്ട് നടക്കില്ല അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് എത്രേ? 2 വർഷം. 2 ദിവസം. 2 ദിവസമായിട്ടേ ഉള്ളൂ. അതിന് മാത്രം വലിയ പ്രശ്നം നല്ലത്. ഞാനുള്ളപ്പോ ഇതൊരു പ്രശ്നേ അല്ല. ഒന്ന് പൊക്കിക്കേ. പൊക്കൂ. എടോ, കൈ പൊക്കാനാ പറഞ്ഞേ. എന്ത് പറഞ്ഞാലും തൊയാർത്താളെ ഈ ചിന്തിക്കുന്നത്. ഇത് ബലക്കുറവാണ്, ഞരമ്പ് തളർച്ച. ഇതിനുള്ള മരുന്നിന്റെ അടുത്തുണ്ട്, പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. കാശൊരു വിഷയമേ അല്ല. ആണോ? ഇന്ന് ഇത് ആദ്യം പറയണ്ടേ? കുറച്ച് വിശദമായിട്ട് പരിശോധിക്കാൻ വാ. ഡോക്ടർ ആള് പുലിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ? എക്സ്ക്യൂസ് മീ, ശിവസാറല്ലേ വയർലി യുവാവ്? അതെ, സാറിന്റെ ഫ്രണ്ടിന്റെ സ്റ്റിൽ എടുത്തോട്ടെ. ഞങ്ങളുടെ മാഗസിനിലെ പ്രശസ്തന്റെ സൗഹൃദം എന്ന കോളത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അയ്യോ സാർ, സാറും കൂടി ചേർന്ന് നിൽക്കോ പ്ലീസ്? വന്ന് നിൽക്കടാ, അങ്ങനെയെങ്കിൽ ഫേമസ് ആവുക. റെഡി? ചിരിക്കി, സ്മൈൽ, പിടിക്ക്. താങ്ക് യു സർ. ഇന്നലെ നടന്നോ? നൈസ് പ്ലേ, നൈസ് പ്ലേ. ഇല്ലടാ, ബട്ട് ബൈ റെഡ് അലേർട്ട്. നീ ഒരാഴ്ച സമയം കൊണ്ട് എക്സസൈസും മെഡിസിനും ഒക്കെ കഴിച്ചൊന്ന് സെറ്റ് ആവണം. ശരിയിരിക്കാം. ആ പെണ്ണെന്തിനാ എന്നെ നോക്കി ചിരിച്ചേ? അയ്യടാ, നിന്നോക്കി ചിരിച്ചല്ല, എന്നോക്കി ചിരിച്ച. എന്റെ ഓഫീസിൽ സ്റ്റാഫ് അത് പറഞ്ഞപ്പോഴാ നീ ഇപ്പൊ ജോലിക്കൊന്നും പോകണോ? എടാ, ഞാൻ ഓഫീസിലെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അല്ലേ, എനിക്ക് വല്ലപ്പോഴും പോയാൽ മതി. അവരും ആയിക്കോളും. അപ്പനാണല്ലോ. ഹലോ അപ്പാ. എന്നെ കൊണ്ടൊന്നും നീ പറയിപ്പിക്കരുത് കേട്ടോ. എന്ത് നാണം കെട്ട പരിപാടിയാ നീ കാണിച്ചത്? കുടുംബത്തിന് മൊത്തം നാണക്കേടുണ്ടാക്കാൻ. നാണക്കേടാ? പറഞ്ഞുതരാം, നീ വീട്ടിലോട്ട് വാ. അപ്പം വലിയ കലിപ്പിലാണല്ലേ. എന്തോ സീൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആനി എന്ന് വിളിച്ചു ചോദിക്കട്ടെ. നീ ആ ബ്രിട്ടോനെക്കാട്ടിലും വലിയ വട്ടനാണല്ലോ. വട്ടനാ? എന്താ കാര്യം എന്ന് വെച്ചാൽ തെളിച്ചു പറ. എന്താ കാര്യം നിനക്ക് അറിയൂലല്ലേ? ഇന്നത്തെ പത്രം എടുത്ത് നോക്ക്, അപ്പൊ കാണാം എന്താ കാര്യം. ഹലോ ഹലോ, എന്താ പത്രം? ആ പത്രം ഇങ്ങനെ. എടാ, ലോക നിലവാരത്തിൽ സൗജന്യമായി വന്ധ്യതാ ചികിത്സ, അനുഭവസ്ഥരുടെ വാക്കുകൾ. അച്ഛാ എന്ന് വിളിക്കായി ഞാൻ കാത്തിരിക്കുന്നു. I am waiting. അയാളെ നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ, പക്ഷെ ചോര കൂടിയുണ്ട്. ഇന്ന് അവന്റെ അന്ത്യോ. ചോര ഉണ്ടെങ്കിൽ ഛർദ്ദിക്കണ്ടേ? എടാ, നിന്റെ പരസ്യം ഏറ്റെന്നോട്ടാ, നല്ല തിരക്കാനിവിടെ. നീ ഒറ്റൊരുത്തനാണ് ഇതിനെല്ലാം കാരണം. ഞാനാ ഒന്നും നോക്കണ്ട, പൊളിച്ചോ. അയ്യോ, മരുന്ന് ഇത്ര പെട്ടെന്ന് വർക്കൗട്ടായോ? അതാണ് ഈ ഡോക്ടർ സക്സേന, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. വരൂ. രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായി?
ഞാൻ ഈ അടിക്കുന്ന മരുന്നെല്ലാം കണക്ക് തന്നെ ഇവനെന്താ പ്രാന്തായോ? നോക്കണോ? 32 അശ്ലീല സൈറ്റുകൾ നിരോധിച്ചു. അത് എനിക്ക് വിഷമടാ. ഇന്നെ അടിച്ചിട്ട് എന്താ കാര്യം? ഇത് നിന്റെ ഹോസ്പിറ്റലിന്റെ പരസ്യല്ലേ? എന്നാൽ ഇങ്ങനെ പരസ്യം ആര് കൊടുത്തു? ഇത് ഞാൻ കൊടുത്ത പരസ്യമല്ല. തന്റെ ഹോസ്പിറ്റലിന്റെ പരസ്യം താനറിയാതെ പിന്നെ ആര് കൊടുക്കാനാ? എനിക്ക് പരസ്യം കൊടുക്കണം വല്ല ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും വെച്ച് കൊടുത്താൽ പോരെ. അല്ലാതെ ഈ എറണമോറുള്ള ഇവനെ വെച്ച് കൊടുത്താൽ അതിന്റെ ബിസിനസിനെ ബാധിക്കൂലേ? അങ്ങനെ ഒരു വിവരക്കേട് ഞാൻ ചെയ്യോ? അത് ശരിയാണല്ലോ. പിന്നെ ആരാടാ ഈ പണി തന്നത്? അതെന്റെ ശത്രുക്കളാണെങ്കിലും ആയിരിക്കും. നിനക്ക് ഇത്ര നല്ല ബന്ധം കിട്ടിയില്ല, അസൂയ മൂത്തിട്ട് ചിലപ്പോ നിന്റെ ബന്ധുക്കളാ, അല്ലെങ്കിൽ നിന്റെ പഴയ കാമുകവരാണെങ്കിലോ. ഇതൊന്നും അല്ലെങ്കിൽ അവളെ കെട്ടാൻ നടത്തിട്ട് കിട്ടാതെ പോയ ഏതെങ്കിലും അവശ്യ കാമുകനായിരിക്കും. ഇനി ഇവനാണോ? നീ എന്താ നോക്കണത്? ഞാനൊന്നുമല്ലട്ടാ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇല്ലേ, ഞാനിപ്പോ അതല്ല ആലോചിക്കുന്നത്. ഇന്നാലൊരു ഹാഫ് പേജിന്റെ ഹോസ്പിറ്റലിൽ പരസ്യം കൊടുത്ത ആ മഹാമനസ്കൻ ആരായിരിക്കും? ദിസ് ഈസ് എരുവമുറിയിൽ ഫ്രാഞ്ചി മകൻ ആൽബർട്ട് സൈമൺ മകൻ ബ്രിട്ടോ ആൽബർട്ട് സൈമൺ. താനോ? തനിക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നിനക്ക് വേണ്ടത് കിട്ടുന്നില്ലെന്ന് എനിക്കറിയാം. അക്കാര്യം ഞാൻ നാട്ടുകാരെ കൂടി അങ്ങ് അറിയിച്ചിട്ടുണ്ട്. ആർ യു ഓക്കെ ബേബി? അപ്പൊ അത് തന്റെ പണിയായിരുന്നല്ലേ? അതേടി, എന്റെ പണി തന്നെയായിരുന്നു. നീ അവനുമായിട്ട് സമാധാനവരെ ജീവിക്കാന്ന് വിചാരിക്കണ്ട. ടോർച്ചർ തുടർന്നുകൊണ്ടേയിരിക്കും. മുതലാളി അപ്പന്റെ പേര് കൊച്ചാപ്പി എന്നല്ലേ? പിന്നെന്താ ആൽബർട്ട് സൈമൺ എന്നൊക്കെ പറഞ്ഞേ? അതൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞു. ഓഹോ, പഞ്ചുള്ള തന്തി പഞ്ചില്ലാത്ത തന്തി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? മുതലാളിക്ക് 2 തന്തയല്ലേ? ഊതിക്കോ, ഊഞ്ഞാലാടരുത്. ലോക ടെലിവിഷനിൽ ഇതാദ്യമായി ആരെയും കൊതിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളുടെ പുതിയ അധ്യായം രചിച്ച ഡംബോ എന്ന പറക്കും ആനക്കുട്ടിയുടെ കഥ. Fly with me. ഡിസ്നീസ് ഡംബോ ഇടവേളകളില്ലാത്ത ചലച്ചിത്ര രസക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ. എന്നാലും ഇത് നമ്മുടെ കുടുംബത്തിന് നാണക്കേടായിപ്പോയി. നാണല്ലേ അവൻ ഇങ്ങനത്തെ പരസ്യത്തിന് മോഡലായിട്ട് നിൽക്കാൻ? കുറച്ചാള് തെണ്ടി തിരിഞ്ഞു നടന്നപ്പോ ഈ സിനിമ ഭ്രാന്തൊക്കെ തീർന്നെന്നാ ഞാൻ വിചാരിച്ചത്. ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം. അവൻ വന്ന് കേറി ഉടനെ ചാടിക്കടിക്കാൻ നിക്കണ്ട. സത്യാവസ്ഥ എന്താന്ന് അവൻ തന്നെ പറയട്ടെ. എത്തിയില്ലോ. വീട് മാറി പോകണോ? ഇല്ല, എല്ലാരും പുറത്തുണ്ടല്ലോ. എന്താ എല്ലാരും മരിച്ച വീട്ടിൽ പോലിരിക്കുന്നത്? അപ്പൊ അപ്പ ജീവനോടെ ഉണ്ടല്ലോ. എന്ത് കോപ്പാടാ നീ പത്രത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അതാണ് കാര്യം. അങ്കിളിച്ച് കൂടാണ്ടിരിക്കും. അതിന് വേറൊരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ? അതായത് ഇതേ പത്രത്തിൽ നാളെ ഇവന്റെ ഫുൾ സൈസ് ഫോട്ടോ വെച്ചിട്ട് വേറൊരു പരസ്യം കൊടുക്കും. എന്ത് പരസ്യം? ലോക നിലവാരത്തിൽ സൗജന്യമായി കുട്ടികളോട്ടേക്ക് കൊടുക്കും. വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടാ. പറഞ്ഞു സൗജന്യം എന്ന് പറഞ്ഞ് ഇഷ്ടമായിട്ടുണ്ടാവില്ല. എന്റെ പൊന്നപ്പ, സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാനൊന്നും അറിഞ്ഞിട്ടല്ല ഈ പരസ്യം വന്നത്. പിന്നെ നീ അറിയാതെ നിന്റെ ഫോട്ടോ വെച്ച് ഹാഫ് പേജ് പരസ്യം കൊടുക്കാൻ ആശുപത്രിക്കാർക്ക് എന്താ വേദനയാ? എന്തൊരു കഷ്ടം ഇത്. എന്നെ ഒന്ന് വിശ്വസിക്കപ്പാ. ഇയോ പറഞ്ഞത് ശരിയാ. ആ പരസ്യം കൊടുത്തത് ഇവനല്ല, എല്ലാത്തിനും കാരണം ആ വൃത്തികെട്ടവനാ. ആര്? ബ്രിട്ടോ. അയാളെന്തിനെങ്ങനെയാണ്? അയാൾക്കൊരു ഭ്രാന്തട്ടാ. അയാളൊരു സൈക്കോ ആണ്. ഞാൻ അയാളെ ചാലഞ്ച് ചെയ്തതിന്റെ ദേഷ്യമാണ് അയാൾ കാണിക്കുന്നത്. നീയും അവനും തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തങ്ങളെ തീർത്തോണം. അല്ലാതെ എന്റെ മോന്റെ തലയെ കെട്ടി വെച്ച് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം കളയരുത്. അയാൾക്കിത് എന്തിന്റെ കേടാ? ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ മോനെ നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ അന്ധതയുള്ളവനാക്കിയില്ലേ? അന്ധതയല്ല മമ്മി, വന്ധ്യത. അത് തന്നെ ഇത്. അങ്ങനെ ഒരു കുഴപ്പമില്ലെന്നൊന്നും പറയണ്ട. ഇവന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇവന്റെ എന്ത് കുഴപ്പം? എന്താടാ? അങ്ങനെ ചെറിയൊരു കുഴപ്പമുണ്ട്. പരസ്യോട് പറയാൻ പറ്റില്ല, രഹസ്യമായിട്ട് പറയാം. അച്ഛൻ അതായത് എന്താ എന്താടാ കാര്യം? ഞാനും കൂടി ഒന്ന് കേട്ട് ഞെട്ടട്ടെ. ഇവന്റെ അപ്പ എനിക്കും കൂടെ ഫാമിലി ചെയ്യാം. എന്നാലും നിനക്ക് ഇങ്ങനെ ഒരു കുഴപ്പം എങ്ങനെ വന്നു? പാരമ്പര്യമുള്ളൂ. പാരമ്പര്യോ? പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 മാസം കൊണ്ട് പ്രസവിക്കണ്ടേ? 1 മാസം കൊണ്ട് പ്രസവിക്കാതെ തവളെ ഞാൻ അവനെ കൊല്ലട്ടെ. എനിക്ക് കൊതിയാവണ് ജയിലിൽ പോവാൻ. എന്തോരം പിള്ളേരുടെ തറവാട്. അപ്പൊ നോമം കെട്ടിക്ക് എന്റെ ഫോട്ടോ ഇടാൻ ഭാഗ്യം. താൻ എന്തിനാണോ ഇതൊക്കെ അപ്പനെ അമ്മേനെ അറിയിക്കാൻ പോയത്? ഞാനാണോ? നിന്റെ ഫ്രണ്ടല്ലേ അറിയിച്ചത്? ആകെ നാണക്കേടായിപ്പോയി. ഇതിനെല്ലാത്തിനും കാരണം നിന്റെ ഒടുക്കത്തെ വെല്ലുവിളിയാണ്. നീ എന്തിനാണ് ആ സൈക്കോ തണ്ടിനെ വെല്ലുവിളിക്കാൻ പോയത്? അത് നീ ഒരാണാണെന്ന് വിചാരിച്ചിട്ട്. അയ്യോ സോറി, ഞാനത് അങ്ങനെ
പറഞ്ഞു പോയതാ. സോറി. താൻ പറഞ്ഞ ശരിയാണോ? കുഴപ്പം മുഴുവൻ എന്റെയാണ്. എന്റെ പ്രശ്നം കൊണ്ടാണല്ലോ ഇവിടെ കുടുംബത്തിൽ എല്ലാരും നാണം കേട്ടത്. സോറിയിടം. അത് അങ്ങനെ ഈ വീണ്ടും എന്റെ അടുത്ത് തന്നെ വന്നു പറയും എന്താ എന്റെ പുതിയ പ്രശ്നം? ഡോക്ടറെ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ആണത്വം തെളിയിക്കണം. അതിനൊരു ലിംഗനിർണയ പരിശോധന നടത്തിയാ പോരെ? ഞാനിപ്പോ ഡോക്ടറിന്റെ തമാശ ആസ്വദിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. ഡോക്ടറെ, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ എഴുതിത്താ പ്ലീസ്. അനക്ക് പൈസ വിഷയമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു കിണ്ണം കാച്ചിയ മരുന്ന്. എന്ത് കാച്ചിയ മരുന്നാണെങ്കിലും കുഴപ്പമില്ല, എനിക്കത് പെട്ടെന്ന് വേണം. ഞാനിപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. ഇത് അങ്ങനെ ഒരു സാധാരണ മരുന്നല്ല. ജപ്പാനിലെ സുമാത്ര ദ്വീപിൽ മാത്രം കണ്ടുവരുന്ന. സുമാത്ര ദ്വീപ് ഇന്തോനേഷ്യയിലല്ലേ? ഇതാണ് എന്റെ കുഴപ്പം. ആവശ്യമില്ലാത്ത മുഴുമാറി ആവശ്യമുള്ളതൊന്നും അറിയില്ല. അതെവിടെയെങ്കിലും ആയിക്കോട്ടെ, ആ മരുന്നൊന്ന് എഴുതി തരൂ പ്ലീസ്. എടോ, എഴുതി തരാൻ ഇത് പാരസെറ്റമോൾ അല്ല. സുമാത്ര ദ്വീപിലെ 101 ആദിവാസികൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേകതര ഔഷധ കൂട്ടാണിത്. സുനാമി ഹോഴ്സ് പവർ പൗഡർ. അത് കഴിച്ചാൽ ഈ കുതിരയെ പോലെ കുതിച്ചു പായും. സിസ്റ്റർ ഫിലാട്ര, നമ്മുടെ ആ സുനാമി ഹോഴ്സ് പവർ പൗഡർ എടുത്തിട്ട് വരും പെട്ടെന്ന്. ഇത് കഴിച്ച പെട്ടെന്ന് റിസൾട്ട് കിട്ടുമായിരിക്കും അല്ലേ? റിസൾട്ട് വൈകാൻ ഇത് യൂണിവേഴ്സിറ്റി പരീക്ഷയല്ല. പക്ഷെ ഇത് എനിക്കൊരു പരീക്ഷയാണ് ഡോക്ടറെ. എനിക്കൊരു പരീക്ഷ. റിസൾട്ട് പെട്ടെന്ന് വരും എന്നാ പറഞ്ഞു. ഓക്കെ. ഇനി ഇത് കൊണ്ടുപോയി ഒരു ഗ്ലാസ് പാല് കലക്കി കുടിക്കി. എന്റെ കംപ്ലീറ്റ് പ്രശ്നം പറഞ്ഞു. അപ്പൊ 5000 രൂപ നോക്കി. കാർഡ് വേണ്ട, ക്യാഷ് മതി. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ട്രീറ്റ്മെന്റ് വളരെ കോസ്റ്റ്ലിയാണ്. അത് കുഴപ്പമില്ല ഡോക്ടറെ. അപ്പൊ താങ്ക് യു. വരട്ടെ. ശരി. 500 റുപ്യന്റെ വയാഗ്ര പൊടിച്ചൊരു അത്തറിന്റെ കുപ്പി ഇട്ട് കൊടുത്തപ്പോ 5000 റുപ്യ കിട്ടി. മണ്ട. അപ്പൊ ഈ മരുന്ന് ആദ്യം ഒന്ന് കൊടുത്താ പോരായിരുന്നോ? വന്ന പാടെ എടുത്തു കൊടുത്ത ഓൻ വിചാരിക്കില്ല ഇത് പെട്ടെന്ന് കിട്ടുന്ന മരുന്നാണ്. ഇപ്പൊ ഡിമാൻഡ് കൂടി, പൈസ കൂടി. അതാണ് ഈ ഡോക്ടർ സക്സേന. കാഞ്ഞ ബുദ്ധിയാ. കർത്താവേ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി തരണേ. ഏത് ശല്യമാണിത്? ശിവ വിളിക്കുന്നെന്ന്. ഇവനൊന്നും ഒരു പണിയില്ലേ? ഞാനിപ്പോ ഞാൻ വിളിക്കാം. എന്താടാ നീ ഡോക്ടറിന്റെ അടുത്തോട്ട് എന്താണെന്നറിയാമോ? ഡോക്ടർ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കിടിലം മരുന്ന് തന്നിട്ടുണ്ട്. എന്ത് മരുന്ന്? സുനാമി ഹോഴ്സ് പവർ പൗഡർ. സുനാമിയാ? അപ്പൊ നീ ഇത് തകർക്കുമല്ലേ? ഗുഡ് നൈറ്റ്. അല്ല, ആ മരുന്ന് എനിക്ക് കുറച്ച് ശല്യം ചെയ്യാതെ പോടാ പോ. സുനാമി. അങ്ങനെ അവനൊരു ദുരിതാശ്വാസമായി. എന്റെ പാല് ഇതോടെ പോയി. ഇതാരാ ഇത് കുടിച്ചത്? ആഷിഖ്ബനായ. ആഹാ, പാല് കുടിച്ചിട്ട് ഫുൾ മൂഡിലിരിക്കുക കള്ളി. പണിയാണ് നീ കാണിച്ചത്. എന്റെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നടി. എന്റെ ലൈഫ് വെച്ചാ നീ കളിച്ചത്. എന്റെ ലൈഫ്. അതിപ്പോ ആഷിഖ്ബനായ ലൈഫാ. ആഷിഖ്ബനായ? അപ്പൊ പാലെടുത്ത് കുടിച്ച നീ അല്ലേ? ഏത് പാല്? ചേട്ടനെന്തൊക്കെയാ പറയണത്? പിന്നാരാ പാലെടുത്ത് കുടിച്ചത്? ഓഹോ, ബാക്ക് മസിൽസ് ഉരുണ്ടുകൂടുന്നു. ധോണി വലിയ കളിക്കാരനാണ്, പക്ഷെ ഇത്രയും മസിലില്ല. അബ്ഡോമൻ. എന്നിട്ട് വയസ്സാൻ കളിച്ച് മസിൽ ഉരുട്ടിക്കയറ്റോ? ശരിയാക്കി തരാം. ഇനി മൂലവിറപ്പിക്കുന്ന കളി. എന്താണ് പതിവില്ലാത്ത ഒരു ബോഡി ഷോ ഒക്കെ? പതിവില്ലാണ്ടല്ലടാ, മേലാസകലം ഒരു കുളിര് കോരിയിട്ട പോലെ തോന്നുന്നു. ഇവിടെ ആരുമില്ലല്ലോ. എന്താ? എന്നെ ഒന്ന് തടവാൻ
ഒരാളെ വെക്കടാ, എനിക്ക് സുഖം ഉണ്ടാവാൻ. പാല് പോയ വഴി ഇത് അമ്മമ്മ മരിച്ചിട്ട് 23 കൊല്ലായി, എനിക്ക് സുഖമില്ല. അപ്പാപ്പനെ തടവല്ല, ചവിട്ടി തിരുമ ഞാൻ. അപ്പാപ്പനെ പാല് കട്ടുപിടിച്ചാ? പാലെടുത്ത് കട്ട് കുടിക്കാൻ ഞാൻ എന്താ കുറിഞ്ഞിപ്പൂച്ച? ദേ കള്ളത്തരം പറയരുത്. അപ്പാപ്പനല്ലേ ഞാൻ അടുക്കള വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ചത്? പറ. നിന്റെ അപ്പനാവും എടുത്തു കുടിച്ചത്. അവന് പണ്ടേ ഉണ്ട് ആരും കാണാതെ പാല് കട്ടെടുത്ത് കുടിക്കണം. അപ്പൊ അത് അപ്പം തന്നെ. അപ്പാ എന്റെ പാല് മോനെ വിറപ്പിക്കാൻ അബൂസലി പോരാട്ട. ഇതെന്താ അപ്പം കാപ്പിൽ പോകണം? ഓഹോ, കയ്യില് മുല്ലപ്പൂക്കെ കെട്ടി ഇറങ്ങിയിരിക്കും. തേനുണ്ടോ റൊമാൻറ്റിക് മൂഡ്. പാല് കുടിച്ചത് അപ്പം തന്നെ. അപ്പാ അപ്പൊ ഞാൻ അടുക്കള വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ചു. എന്ത് പണിയാണ് അപ്പ കാണിച്ചത്? അതങ്ങനെ അപ്പന് കുടിക്കാൻ പറ്റിയ പാലൊന്നും അല്ല. അതെന്താ റബ്ബർ പാലാണോ? റബ്ബർ പാലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ആ പാല് കുടിച്ചതിന് ശേഷം അപ്പന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നു? ഫീലിംഗ് ഫാന്റാസ്റ്റിക്, വണ്ടർഫുൾ ഫീലിംഗ് കളിയാ. എന്താ അറിഞ്ഞൂടാ, പതിവില്ലാതെ എനിക്ക് ഇങ്ങനെ പാട്ട് പാടാനൊക്കെ തോന്നുന്നു. നല്ല ഒന്നാം തരം മൂഡ്. സുനാമി അല്ലേ കുടിച്ചേ? സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ഇപ്പൊ രണ്ടും കൽപ്പിച്ചാണല്ലേ. സുന്ദരം നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. അമ്മ ഇതെന്താണ് രാത്രി സെറ്റ് സാരിയെ കൊടുത്ത്? അപ്പൻ ഒരേ നിർബന്ധം സെറ്റ് സാരി എടുക്കണമെന്ന്. ചേട്ടാ, ഞാനവിടെ വെച്ചിരുന്ന മുല്ലപ്പൂ എന്ത്? എന്താണ് അപ്പന്റെ ഉദ്ദേശം? എനിക്കങ്ങനെ പല ഉദ്ദേശങ്ങളും കാണും, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. കടക്കപ്പുറത്ത് എന്റെ ഫാമിലി മാറ്റേഴ്സിൽ ഇടപെടാം. അപ്പാ സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഹലോ, ഡോക്ടർ സക്സേന. ഡോക്ടറെ, ഇയോ ആണേ. എടോ, ഇത് കൺസൾട്ടിംഗ് സമയമല്ല, ഞാൻ ബാറിൽ കൺസൾട്ട് അടിക്കുന്ന സമയം. എന്താ എന്റെ പ്രശ്നം? ഡോക്ടറെ, ഒരു അബദ്ധം പറ്റി. ഡോക്ടർ എന്ന മരുന്ന് അപ്പനെടുത്ത് കുടിച്ചു. അപ്പൻ ഈ പ്രശ്നമുണ്ടോ? അപ്പൻ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും. അതും ശരിയാണല്ലോ. ഞാനിപ്പോ എന്താ വേണ്ടത്? അതെ, എനിക്ക് ആ മരുന്ന് ഒന്നുകൂടി വേണമായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്നാൽ എടുത്തുതരാൻ പറ്റുമോ? എടോ, ഇപ്പൊ ഈ വന്നിട്ട് കാര്യമില്ല. ഈ മരുന്ന് എന്ന് പറഞ്ഞ കുടുംബശ്രീ യൂണിറ്റുകാരുണ്ടാക്കുന്നതല്ല. ഞാൻ പറഞ്ഞല്ല, സുമാത്ര ദ്വീപിൽ ഗോത്രവർഗ്ഗക്കാരുണ്ടാക്കുന്നതാണ്. ഇനി ഇതൊരു മാസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പൊ അതുവരെ ഞാൻ എന്ത് ചെയ്യും ഡോക്ടറെ? അതുവരെ ഇപ്പൊ എന്താ ചെയ്തോണ്ടെന്ന് അതൊന്നും ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈശോളെ, ഞാൻ എന്റെ ആവശ്യമായിപ്പോയി. ഡോക്ടറെ, ഞാൻ കിടക്കാൻ വരുന്നില്ലേ? ഞാനിപ്പോ വരാം. എടോ, ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല, മരുന്നില്ല. വരാന്ന് എന്നോടല്ലേ പറഞ്ഞ വന്നിട്ട് കാര്യമില്ലാന്ന്. ഓ, അത് ഞാനിവിടെ എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു. ഓഹോ, വൈഫ് കിടക്കാൻ വിളിക്കല്ലേ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോ എനിക്ക് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കളിച്ച നാടകത്തിന്റെ പേര് ഓർമ്മ വരുന്നത്. അറിയാം, യോഗ ലമണിയായി പായ അങ്ങോട്ട് മടക്കാളിന്നല്ലേ? അതല്ല, അത് ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ കളിച്ചത്. ഇത് വേറെ. ഭാർഗവന്റെ കുലയ്ക്കാത്ത കുലയും അമ്മണിയുടെ നിലയ്ക്കാത്ത കൊതിയും. ചില സാങ്കേതിക കാരണങ്ങളാൽ ചന്ദ്രയാൻ കുതിച്ചു പൊങ്ങിയില്ല. വിക്ഷേപണം ഇനിയും വൈകി. ചന്ദ്രയാൻ ഒരു ചന്ദ്രയാൻ കിഴമൻ കണ്ണാളെ കുറത്തി താഴമ്പുമയ്യാളെ നിന്റെ കാണാത്ത മാമ്പഴങ്ങൾ കാന്താരി ഞാനൊന്ന് കണ്ടോട്ടെ. യു നോട്ടി, യു ഹോട്ടി. പട്ടി അതെ അതെ, കോൾ യു ലേറ്റർ ഡാർലിംഗ്. പ്ലീസ് പോവാണോ? പോയിട്ട് വാരിലൂടെ കണ്ണ. ST TC. ആരാടാ? അന്ന് ഞാൻ ആ ബ്യൂട്ടി പാർലറിൽ വെച്ചേണ്ട പെണ്ണില്ലടാ, അവളാണ്. അവരിത്ര പെട്ടെന്ന് സെറ്റായ? എടാ ഭീകര, ഇതൊക്കെ എന്റെയൊക്കെ ടൈം. എന്തിനടിയത്? പറഞ്ഞിട്ട് കാര്യമില്ല, ഈയടെയും നടക്കട്ടെ. എന്നാലും നിനക്കിത് ഒന്നും നടന്നിട്ടില്ല. ഒരു ദിവസം നടന്നു എന്നൊരു സംശയമുണ്ട്, പക്ഷെ അത് ഉറപ്പില്ലടാ. എന്ത് ചെയ്യാനാ, എന്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിപ്പോയാ. ചോദ്യചിഹ്നം. അതുകൊണ്ട് കുഴപ്പമില്ല, നിന്റെ മരുന്നെടുത്ത് കഴിച്ചിട്ട് നിന്റെ അപ്പന്റെ ജീവിതം ആശ്ചര്യച്ചിട്ടുണ്ടായി. എടാ, എനിക്കൊരു ഡൗട്ട്. എന്ത്? മാടമ്പള്ളിയിലെ ആ യഥാർത്ഥ മനോരോഗി ആനയാണെങ്കിലും എന്തോന്ന്?
എടാ അത് അവളുടെ കുഴപ്പം കൊണ്ടാണെങ്കിലോ? അവളും ബ്രിട്ടോയും തമ്മിൽ ഡിവോഴ്സ് ആണുള്ള കാരണം എന്താ? അതവന്റെ സംശയരോഗം. അത് അവള് പറഞ്ഞല്ലേ? എടാ അവളുടെ കുഴപ്പം കൊണ്ട് അവൻ നിന്റെ പോലത്തെ അവസ്ഥയിലുണ്ടായെങ്കിലോ? ചില ഭാര്യമാരുടെ അപ്രോച്ച് ശരിയായില്ലെങ്കിൽ ഉണ്ടല്ലോ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് ഇങ്ങനത്തെ എത്ര കേസറിയാന്നറിയാമോ? അങ്ങനെയൊക്കെ ഉണ്ടാവോ? ഇതറിയാൻ ഒറ്റ വഴിയുള്ളൂ. എന്ത് വഴി? നീ വേറൊരു പെണ്ണുമായിട്ട് അതൊക്കെ തെറ്റാടാ. പിന്നെ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റൂന്ന് അറിയില്ലടാ. അയ്യോ, അത് നിനക്ക് സൂഹിക്കാൻ വേണ്ടിട്ടല്ല, നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ്, മനസ്സിലാക്കാനായിട്ടാണ്. അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും അല്ലേ? പക്ഷെ ഇതിന് പറ്റിയൊരു പെണ്ണ് വേണ്ടേ? അതിനൊക്കെ പറ്റിയ സ്ഥലം ഉണ്ടോ? മൈസൂറും ബാംഗ്ലൂരും അല്ലേ? പിന്നെ ഇതെന്താ സ്കൂളിൽ ടൂർ കൂടെ വെച്ചിട്ടാണോ? എന്നാ ഗോവ. മൈസൂർ ബാംഗ്ലൂർ ഫോർ കിഡ്സ്, ഗോവ ഫോർ മെൻ. ലെജൻഡുകളൊക്കെ പോണ സ്ഥലം വേറെയാണ് മോനെ. അതെവിടെയാ? ഇതിപ്പോ എത്ര ദിവസം എടുക്കും? എത്ര ദിവസം എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ആയുർവേദ ട്രീറ്റ്മെന്റ് അല്ലേ? ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി, കുഴി, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. എന്താ കുഴി? ഫുൾ വെറൈറ്റി ചികിത്സയല്ലേ, പ്രത്യേകിച്ച് ഈ മസാജ്. ഇവിടെ പോയാൽ പെട്ടെന്ന് ശരിയാവോ? ശരിയാവാൻ വേണ്ടിട്ടാണല്ലോ പോകുന്നത്. ഈ ശിവയുടെ അപ്പൂപ്പനൊക്കെ ഇവിടെ പോയി ചികിത്സിച്ചപ്പോഴാ അവന്റെ അപ്പനുണ്ടായെന്ന് അവൻ പറയുന്നു. പിന്നെ ഈ സ്ഥലം എവിടെയായിട്ട് വരും? പട്ടായ. പട്ടായ മഠത്തിൽ പരമേശ്വരൻ വൈദ്യർ, അതാണല്ലോ അയാളുടെ പേര്. അപ്പൊ ഞാൻ പോയിട്ട് വരാം. അവൻ അവിടെ വെയിറ്റ് ചെയ്യണം. ടേക്ക് കെയർ ബേബി. ഡെങ്കോ ചിയാപ്രി എങ്ങനെയുണ്ട്? എനിക്കെങ്ങനെ വേണം? വേണ്ടാന്നാ? നീ തന്ന പൈസക്ക് സെറ്റ് ചെയ്തിരുന്ന സാധന വേണ്ടാന്നാ? എനിക്കൊരു കൂടില്ല, എന്തോ തെറ്റിയാൻ പോകുന്ന പോലെ ഫീല്. നീ അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. നീ വലിയ പള്ളി വെച്ച് കളിക്കില്ലട്ടാ, നല്ല പൈസ കൊടുത്തിട്ടാ കൊണ്ട് നിൽക്കണത്. ഒരു നന്മമരം വന്നേക്കണത്. ഇവരിക്കൊരു കാര്യം മനസ്സിലായി, അവക്കല്ല കുഴപ്പം, നിനക്കാണ്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, എനിക്ക് നല്ല താല്പര്യമുണ്ട്. നിങ്ങൾ പോയേ. ഞാനെവിടെ പോവാൻ? നീ പുറത്തോടാ. എന്താണ്? ബിയർ ഗെറ്റ് ഔട്ട്. തെണ്ടി ചാപ്രി കമോൺ, എന്റെ മേത്തോട്ട് ജംപ്. എന്തെന്നായിരിക്കും ബ്രോ? ഒരു സാധനത്തിൽ കൊണ്ട് റൂമിൽ കയറിയിട്ടുണ്ടല്ലോ. ഒരു പെണ്ണിനെയും കൊണ്ട് കയറിയിട്ടുണ്ട്. പെണ്ണോ? എന്റെ പൊന്നു ബ്രോ, അത് പെണ്ണൊന്നല്ല, ഡിങ്കോ ചിയാപ്രി. സാധനം വേറെയാണ്. എന്നോട് റിസപ്ഷൻ ഇരിക്കുന്ന പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ്. പെണ്ണല്ലേ? പിന്നെന്താണ്? മറ്റേതാണ് ലേഡി ബോയ്. കാണുമ്പോ പെണ്ണിനെ പോലെ ഇരിക്കും, പക്ഷെ ആണാണ് ഷീമേല്. അവൻ പോയിട്ട് കുറച്ചു നേരം ആയല്ലോ. അവനവിടെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കും? മുംബൈ പോലീസ്, ആന്റണി മോസസ്. അപ്പൊ ഇവൻ ഗേ ആയിരുന്നല്ലേ? അവന്റെ പീഡനം സഹിക്കാതെ ഓടി രക്ഷപ്പെടുവായിരുന്നു. എടാ കാർമോട്ടിൽ പറഞ്ഞ അവളെ കൊല്ല ചെയ്തിട്ട് നിനക്ക് മതിയായില്ലല്ലടാ. എന്തോ ചെയ്യടാ? ചാപ്രിയടാ, അവളെ പീഡിപ്പിച്ചത് എന്നെ എല്ലാം കൊണ്ടുപോയി. പോയതൊക്കെ പോട്ടറാ, എനക്കൊന്നും പറ്റില്ലല്ലോ. എന്നാലും അവളിങ്ങനെയൊക്കെ അവൻ കട്ടുപെടമുട്ടം താനാണ്. എന്നാലും പോട്ടറാ, നല്ല കീറ് കിട്ടി. നീ പറയുമല്ലോ, കൂടെ വാ. വരുമല്ലേ അച്ഛൻ? ചെല്ല്, ഞാൻ വരാം. ഞാൻ പറയാം. നീ പറ. അച്ഛൻ പറ ചായ. അപ്പാ എന്തിനാടാ വിളിച്ചത്? അപ്പനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അത്? നീ പറ. പറഞ്ഞു പോയി. നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി. മഞ്ഞ പൈപ്പിലെ വെള്ളം തുറന്നിട്ടോ? എന്താടാ രണ്ടുപേരും കൂടെ നിന്ന് പരുങ്ങുന്നത്? സ്വത്ത് എഴുതി തരാനാണോ? ഞാൻ തരില്ലാട്ടാ, എനിക്ക് വയ്യ വൃദ്ധസാധനത്തിൽ പോയി കിടക്കാൻ. അതല്ല. പിന്നെന്താടാ പറ. ഈ വീട്ടിൽ പുതിയൊരു അതിഥിയും കൂടെ വരാൻ പോകും. ആര് വന്നാലും ഞാൻ എന്റെ മുറി തരില്ല. അതല്ലപ്പാ. പിന്നെ എന്താടാ? നീ പറ, എനിക്ക് വയ്യ. അച്ഛൻ പറയാൻ സമ്മതിച്ചതാ. നീ പറ. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാനവിടെ പൈപ്പിലെ വെള്ളം തുറന്നിട്ടോ? ഞാൻ പറയാം. പറ. അന്നമ്മ
അന്നമ്മ ഗർഭിണിയാണ്. ഞാൻ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? അന്നമ്മ വിശേഷമുണ്ട്. എന്താ എല്ലാരും കൂടി ഒരു ചർച്ച? ഏയ് ഒന്നുമില്ല. അമ്പ് പെരുന്നാളിന് കുമ്പളപ്പം ഉണ്ടാക്കണ കാര്യം പറയായിരുന്നു. അതൊന്നുമല്ല, ഞാൻ കേട്ടു. ആനി ചേച്ചിക്ക് വിശേഷം ഉണ്ടല്ലേ? ആനിക്കല്ല, അന്നമ്മയ്ക്കാ വിശേഷം. ആ നിന്റെ അമ്മയ്ക്കാ വിശേഷം. യെസ്, ഇറ്റ് ഹാപ്പൻ മോളെ, ഇറ്റ് ഹാപ്പൻ. മമ്മി, ഇനി ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? ഒന്നുമില്ലെങ്കിലും ഞാനൊരു കല്യാണ പ്രായത്തിൽ പെൺകുട്ടിയല്ലേ? എനിക്ക് നല്ലൊരു ബന്ധം കിട്ടുമോ? നിനക്ക് നല്ല ബന്ധം കിട്ടാതിരിക്കാൻ നീ അല്ലല്ലോ ഗർഭിണിയായത്, നിന്റെ അമ്മയല്ലേ. അധികം വേഷം കെട്ടെടുത്ത ഞാൻ നിന്നെ കന്യാസ്ത്രീമടത്തി കൊണ്ടാക്കും. വണ്ടിയായ ഇടിക്കും, പെണ്ണുങ്ങളായ പ്രസവിക്കും. അത് നാട്ടു നടപ്പാ. കേറി പോടി കുമ്പളങ്ങിയ മോറി. ഓളെ പിങ്കി, നീ ഇതിപ്പോ ഉടനെ ചെന്ന് ആനിയോട് പറയണ്ട കേട്ടോ. എനിക്കതല്ലേ പണി. എത്രയും വേഗം ആരെങ്കിലും കൂടെ വിളിച്ചോ. അത് ശരിയാ. അവളോട് നമ്മളിപ്പോ ഇത് എങ്ങനെയാ പറയാ? അത് ഈയോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുമ്പം അവൻ അതിന്റെ തഞ്ചത്തിന് പറഞ്ഞോളും. അപ്പൊ ഈയോട് ആര് പറയും? ഈയോട് നമ്മുടെ കേരള മുഖ്യമന്ത്രി പറയും. പിന്നെ ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രായമായിട്ടും പൂക്കളുള്ള ഷർട്ടിട്ട് നടക്കുന്ന പുള്ളികളെ സൂക്ഷിക്കണം. എപ്പോഴാ പുഷ്പിക്കാന്നറിയില്ല. പറഞ്ഞത് ഇനിയിപ്പോ അയച്ചിട്ട് കാര്യം. നിനക്കുണ്ട് പൂക്കള്, സെയിം പിഞ്ച്. ഇവിടെ ഒരാണ്ട് മരിച്ചു വെച്ചെങ്കിൽ ജീവിതം കൊളോയി പോനെ. ഓർത്തു നോക്കി, ഇന്നലെ കിട്ടിയതൊന്നും പോരായിരിക്കും. എന്താപ്പാ വിളിച്ചത്? ആ മോനെ, സുഖമല്ലേടാ? സുഖമാണപ്പാ. ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? ട്രീറ്റ്മെന്റ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അത് ഒരു കാര്യമുണ്ട്. ഞാനിപ്പോ എങ്ങനെയാ നിന്നോടത് പറയാ? എന്താപ്പാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, ഒരു ഹാപ്പി ന്യൂസ് ആണ്. ഹാപ്പി ന്യൂസാ? എന്താണത്? നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അപ്പൻ എന്താ കാര്യം എന്ന് പറ. ഇവിടെ ഒരാൾക്ക് വിശേഷമുണ്ട്. ഇവള് ഗർഭിണിയാ. ശരിക്കും? ഇവക്ക് ഭയങ്കര നാണം നിന്നോട് പറയാൻ. അതാ ഞാൻ തന്നെ വിളിച്ചത്. നീ വേഗം ഇങ്ങോട്ട് വാ. നീ വന്നിട്ട് വേണം എല്ലാരും അറിയിക്കാൻ. ദേ വന്നപ്പാ, ഞാൻ ദേ എത്തി. എടാ ശിവ, ഗർഭം ഗർഭം. എന്തായി? നീ എന്താ പറഞ്ഞത്? ഇത് കേൾക്കുമ്പോ അവന് ദേഷ്യമാവുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവനടി. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള വിഷമം അവൻ അറിയാം. അവൻ ഹാപ്പി അടി, ഹാപ്പി. കാണാനഴകില്ലേലും നല്ല മൊഞ്ചുള്ള ഹാർട്ടല്ലടി. പോക്കറ്റിൽ ക്യാഷില്ലേലും നിന്നെ പൊന്നായി നോക്കുമെടി. കണ്ടപ്പോ തന്നെ കൽവിലുടക്കിയ കല്യാണ പെണ്ണാളെ. എന്നിട്ടും എന്റെ കണ്ണിലുടക്കാൻ കാലമിതൊത്തിരി വൈകിയതെന്തേ? റാസാത്തി നീ പോവല്ലേടി, എന്നോടൊന്ന് മിണ്ടുലേടി. ഇഷ്ടാണെന്ന് താഴ്ത്ത് വെക്കട മോനെ പതുക്കെ. താഴ്ത്ത് വീണത് പൊട്ടൂട്ടാ. ഇവൻ എന്തിനാ എത്ര സന്തോഷിക്കണേ? നിനക്കിതെന്താ പറ്റിയേ? അത് പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു അപ്പനാകാൻ പോകുന്നതിന്റെ സന്തോഷത്തില്. എടാ മണ്ട, നീ അപ്പനല്ല ചേട്ടനാവാനാ പോണേ. ചേട്ടനാ? ആ, എന്നുവെച്ചാ ഇവളല്ല, നിന്റെ അമ്മയാ ഗർഭിണിയായത്. അമ്മയാ? ആ, നിന്റെ അമ്മ അന്നമ്മ. മോനെ എണീക്ക്. അപ്പാ, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? പറ്റിപ്പോയി. എങ്ങനെ? എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും എങ്ങനെയാ അങ്ങനെ. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുമോ? എന്നാലും അപ്പൻ ഈ പ്രായത്തിൽ ഇത് എന്തിന്റെ കേടാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ? ഈ പ്രായത്തിൽ നിന്റെ അപ്പന് മാത്രല്ല അമ്മയ്ക്കും ഒരു കേടില്ലാന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എന്നാലും ഈ കാര്യം ഞാൻ എങ്ങനെ എന്റെ വീട്ടുകാരോട് പറയും? അതിപ്പോ നീ പറയാനൊന്നും നിക്കണ്ട. വയറ് കാണുമ്പോ അവർക്ക് മനസ്സിലാവും. പപ്പയും മമ്മിയാണല്ലോ. ഇവരെന്താ ഇപ്പൊ? ഇവളാ പ്രഗ്നന്റ് എന്ന് വിചാരിച്ച് ഒരു സർപ്രൈസ് കൊടുക്കാൻ ഞാനാ വിളിച്ചു പറഞ്ഞു. ബെസ്റ്റ്. അവർക്ക് നല്ലൊരു സർപ്രൈസ് ആയിരിക്കും.
അങ്ങനെ നമ്മൾ രണ്ടുപേരും അപ്പാപ്പന്മാരാകാൻ പോകുന്നല്ലോ മോളെ. അതിന് ചെലവുണ്ട്. അച്ഛപ്പം കൊള്ളപ്പാന്ന തോന്നണേ. ഇവിടെ ഇരിക്കെ. എനിക്ക് പ്രഷറുണ്ട്. ഇപ്പൊ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട സമയമാ. മോൾ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം കേട്ടോ. മമ്മി ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഞങ്ങൾക്കില്ല അത്. ഈ സമയത്തൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. അതല്ല പപ്പ, ഞാനല്ല ഈയോടെ മമ്മിയാ പ്രഗ്നന്റ്. ആ അച്ചപ്പം കൊഴലപ്പൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവച്ചേക്ക്. തിരിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എടാ പോളി, അപ്പാപ്പനാവേണ്ട പ്രായത്തിലാണോ അപ്പനാവുന്നേ? താൻ തന്റെ മക്കൾക്ക് ഉണ്ടാവുന്ന നാണക്കേടിനെ കുറിച്ച് ആലോചിച്ചോ? അന്നാ പത്രത്തിൽ വാർത്ത വന്നതിന് ശേഷം നാണക്കേട് മാറിയിട്ടില്ല. അപ്പഴാ ഇത്. ഒന്നടങ്ങടോ. എന്ത് നാണക്കേടുന്ന താനീ പറയണേ? ഈ പ്രായത്തില് കുട്ടി ഉണ്ടാവാന്ന് പറഞ്ഞ അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഭാഗ്യാണോ? ഈ വയറും വെച്ചത് എനിക്ക് പറ്റുമെന്ന് ഇതൊരു ദൈവഭാഗ്യാണെന്ന് കണക്കാക്കിയാൽ മതി. ഈ വീട്ടിലൊരു കുഞ്ഞുകാല് കാണുമെന്ന് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് ഇങ്ങനെ അനുഗ്രഹിച്ച് പണി തരൂന്ന് വിചാരിച്ചില്ലടോ. അടുത്തവണ പ്രാർത്ഥിക്കുമ്പോ കൃത്യമായ പേരും അഡ്രസ്സും ആധാർ നമ്പറും ഒക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ. അപ്പൊ ഈ പണി കിട്ടില്ലല്ലോ. എടി മോളെ, ഞങ്ങൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എണീറ്റു ആടി. എന്താ നോക്കിട്ടാ ഇയാളെ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല അതിന്റെ കുശുമ്പ. എന്റെ വീട്ടുകാരുടെ മുമ്പില് ഞാൻ വീണ്ടും നാണം കെട്ടപ്പോ നിങ്ങൾക്കൊക്കെ സന്തോഷായില്ലേ? ഇനി ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യും? നിർത്തടി. നിന്റെ വീട്ടുകാർക്ക് നാണക്കെട്ടുണ്ടാവാൻ ഇത് വല്ലോന്റെ ഗർഭമൊന്നുമല്ല, എന്റെ കെട്ടിയോന്റെയാ. കല്യാണം കഴിഞ്ഞ് സ്നേഹമായിട്ട് കഴിയുമ്പോ പെണ്ണുങ്ങൾക്ക് ഏത് പ്രായത്തിലും ഗർഭം ഉണ്ടാവും. അതിന് ഇത്രയും കിടന്ന് ചാടേണ്ട കാര്യമൊന്നുമില്ല. മോനെ, എന്നെ പ്രസവിക്കുമ്പോ എന്റെ അമ്മച്ചിക്ക് വയസ്സ് 62. അമ്മച്ചി മരിക്കുമ്പോ 90 വയസ്സാ. അല്ലെങ്കിൽ പിന്നെയും പ്രസവിച്ചാൽ അങ്ങനെ പറഞ്ഞു കൂടപ്പാ. അവൻ എന്താ ദേഷ്യപ്പെട്ടു പോയത്? 62 കുറഞ്ഞു പോയി. എന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ച് നീ ഇതൊരു കോമ്പറ്റീഷൻ ആക്കരുത്. അന്നത്തെ ആ പ്രത്യേക മൂഡില് മൂഡ് കൺട്രോൾ ചെയ്യണം. അല്ല പൊളിച്ചായ, ഞാൻ പറഞ്ഞ അല്പം കൂടിപ്പോയോ? ഞാൻ ചെന്നൊന്ന് ആശ്വസിപ്പിച്ചാലോ? ഇപ്പൊ അവൾ അകത്തേ പോയുള്ളൂ. ഇനി നീ ആശ്വസിപ്പിച്ച അവള് പെട്ടിയെടുത്ത് അവളുടെ വീട്ടിൽ പോകും. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ടൊരു തത്വം. ക്ഷീണിച്ച ഞാൻ നിനക്ക് ചില പുതിയ എക്സസൈസുകൾ പറഞ്ഞുതരാം. അപ്പൊ നിനക്കും എന്നെ പോലെ നല്ല കരുത്തുള്ള ശരീരം ഉണ്ടാവും. കരുത്ത്? അപ്പന് കരുത്ത് കൂടി പോയതിന്റെ കുഴപ്പ. നീ പിന്നെ അത് എന്നെ പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യാണല്ലോ. ഒന്നുമില്ലേലും ഞാൻ നിന്റെ അപ്പനല്ലേടാ. ആ വിചാരം അപ്പനും കൂടി വേണം. പോളി നമ്മൾ ഉദ്ദേശിച്ച ആളല്ലാട്ടാ. അതെന്താ? അന്നമ്മയ്ക്ക് വിശേഷം ഉണ്ടെന്ന്. ആണോ? ശക്തിമാൻ 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 ഭയങ്കരനാണ് ട്ടാ. മോനേക്കാൾ മിടുക്കനപ്പം തന്നെയാ. അതെ അതെ, കണ്ടു പഠിക്കണയ്യോ. ഇവിടെ കിടന്ന് ഈ അഭ്യാസം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പുലിയാണൊരു പുലിയാട്ടോ. നമ്മുടെ വീട്ടിലുണ്ടോ? എനിക്ക് അവരെ അറിഞ്ഞൂടാ. പബ്ലിക് ഒപ്പീനിയനാടാ. കുലസ്ത്രീകളാണെന്ന് തോന്നുന്നു. കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് നൈസായിട്ട് പോന്ന കണ്ടില്ലേ? പിന്നെ ഇനി അപ്പന്റെ കൂടെ ഒരു സ്ഥലത്ത് പോകാനേ എന്നെ വിളിക്കണ്ട. ഞാൻ വരില്ല. അയ്യോ പോവല്ലടാ, നിക്കടാ. നിനക്ക് നിന്റെ അപ്പനോട് ഈഗോയാണ്. ഇവിടെ അമ്മമാര് പ്രഗ്നന്റ് ആകുമ്പോ നമ്മള് മക്കളെയാണ് സന്തോഷിക്കേണ്ടത്. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. നിന്റെ അമ്മയായിരുന്നു പ്രഗ്നന്റ് ആക്കി നീ എന്ത് ചെയ്യും? എന്റെ അമ്മയാണ് പ്രഗ്നന്റ് ആയെങ്കിൽ ആ തവണ തല്ലിക്കൊല്ലി ഞാൻ. അത് തന്നെ. അതുകൊണ്ടല്ല, എന്റെ അച്ഛൻ ചേട്ടൻ 5 വർഷം സാറേ, ടച്ചിങ്സ് വല്ലതും വേണം. ഫ്രഞ്ച് കിസ് എടുത്തോ? ഇവിടെ വെച്ചിട്ടോ? ചേട്ടോ, അവൻ ഫ്രഞ്ച് ഫ്രൈസാ ഉദ്ദേശിച്ചേ. വെറുതെ കൊതിപ്പിച്ചു സാധനം. താനൊക്കെ ലിവർ സിറോസിസ് വന്ന് ചത്തു പോയിടും. പച്ചപ്പോട്ട് വന്നേക്കാ കുടിച്ച് നശിക്കാൻ. നോക്കി നമ്മുടെ സക്സേന ഡോക്ടർ ഹലോ, ഹലോ, ഇങ്ങോട്ട് വാ. നടക്കട്ടെ, ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കാം. വാ. ഡോക്ടർ മുട്ട ഫ്രീക്കാനുള്ള. എന്താ ഡോക്ടർ വെള്ളമടിക്കാൻ വന്നതാ? ഒന്ന് മുടി വെട്ടണം, ഫേഷ്യൽ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഡോക്ടർ എന്നാ മരുന്ന് വർക്കൗട്ടായി കേട്ടാ. വർക്കൗട്ടായോ? അപ്പൊ എന്റെ ഭാര്യ ഗർഭിണിയായോ? കാര്യമല്ല, അവന്റെ അമ്മയാണ് ഗർഭിണിയായത്. മരുന്ന് വർക്കൗട്ടായതേ അവന്റെ അപ്പനാണ്. ഞാൻ ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞല്ലേ അപ്പനടുത്ത് കുടിച്ച കാര്യം. ഇപ്പൊ മനസ്സിലായില്ലേ? സുനാമി ഹോഴ്സ് പവർ പൗഡർ സുനാമി പോലെ ആഞ്ഞടിക്കുന്നു. ആ മരുന്ന് ഒന്നുകൂടി സംഘടിപ്പിച്ചു തരണം. എടാ, ഈ വിളിച്ച സമയത്ത് ഞാൻ കുറെ ശ്രമിച്ച്
പക്ഷെ സുമാത്ര ദ്വീപിലെ ഗോത്രവർഗ്ഗക്കാരും ഔഷധ ചെടികളും ഒരു സുനാമിയിൽ ഒഴിച്ചുപോയി. ആ ഈ പത്രമൊന്നും വായിക്കില്ല. അപ്പൊ എന്റെ ദാമ്പത്യ ജീവിതം ഗോപിന്ന് ചില്ലി ഗോപി. ഓ ഞാൻ വിചാരിച്ചു മുരളി ഗോപി ആയിരിക്കുന്നു. അല്ലടോ ഭരത് ഗോപിയാ തമാശക്കാരൻ. ഇത് ബെസ്റ്റ് ടൈമാ അടുത്ത പണി തുടങ്ങാൻ. അനക്കിപ്പോ സംഗതി നടക്കുകയാണ് വേണ്ടേ, കുട്ടി ഉണ്ടാവണം വേണ്ടേ? സംഗതി നടക്കാതെ കുട്ടികൾ എങ്ങനെ ഉണ്ടാവും? അതിനൊക്കെ വഴിയുണ്ട്. പക്ഷെ ഈ സമ്മതിക്കണം. അനാവശ്യം പറയരുത്. ഡോക്ടറാന്ന് വിചാരിക്കുന്നത് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഡോക്ടർ പിന്നെ എന്താ ഉദ്ദേശിച്ചത്? IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. എന്ത് വിട്ടോന്ന്? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. മലയാളം മലയാളം കൃത്രിമ ബീജസങ്കലനം. അതിന്റെ ശരിക്കുള്ള മലയാളം എന്തോന്നേ? സ്വാഭാവികമായിട്ട് ഗർഭധാരണം നടക്കാതെ വരുമ്പോൾ ദമ്പതിമാർ സ്വീകരിക്കുന്ന ഒരു വഴിയാണ് IVF. മനസ്സിലായോ? ഇതില് പുരുഷന്റെ ബീജവും സ്ത്രീ രണ്ടവും കൂടി ലാബിൽ വെച്ച് നമ്മൾ സംയോജിപ്പിക്കും. അങ്ങനെ ബീജസങ്കലനം നടക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഭ്രൂണം ഞാൻ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. അങ്ങനെ ഗർഭധാരണം ഉണ്ടാവും. എന്നിട്ട് 10ാം മാസം പ്രസവിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണി ഡോക്ടർമാര് ചെയ്യുന്നു. അതെ, അതിപ്പോ ലാഭമായല്ലോ. അല്ല ഡോക്ടർ, വേറൊരു സംശയം. ഈ ഭ്രൂണം ആരാണ്? അതാണ് കുട്ടി. അതാണ് കുട്ടി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. അല്ല അതെന്റെ ക്ലാസ്. എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം വേണമെങ്കിൽ IVF നിർബന്ധം. പിന്നെ ഈ ട്രീറ്റ്മെന്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു 3 ലക്ഷം രൂപ ചെലവ്. ഒരു കാര്യം, ഹോസ്പിറ്റലിൽ വന്ന് 1 ലക്ഷം അഡ്വാൻസ് ആണ്. ബാക്കി മണി ശരിയൊക്കെ ഞാൻ ഈ സാധനം പാക്ക് ചെയ്തെടുത്ത് എന്നിട്ട് എന്റെ ബില്ല് ഇവിടെ കൊടുത്താൽ. ശരി സാർ. അപ്പോഴേ ഓക്കെ, ആ ബില്ല് സെറ്റിൽ ഹോസ്പിറ്റലിൽ കാണാം. ഓക്കെ എന്നാ ശരി. അല്ല കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? എനിക്ക് എങ്ങനെയെങ്കിലും ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണം. അവളോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനം എടുക്കാം. അതാ നല്ലത്. പിന്നെ അയാളെ പറഞ്ഞ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാളാണ് നിന്റെ കൊച്ചിന് പേരിടാൻ. കൊച്ചിന് പേരിടാനാ? അയാള് പറഞ്ഞിട്ടില്ലേ ഭ്രൂണോന്ന്? അത് ശരിക്കും നമ്മളല്ലേ ഉണ്ട്. എന്തൊരു തോൽവിയാടാ നീ. ആനി, ഞാൻ നമ്മുടെ സക്സേന ഡോക്ടറിനെ കണ്ടായിരുന്നു. എന്നിട്ട് പുതിയ മരുന്ന് വല്ലതും കിട്ടിയോ? ഇല്ല, ആ മരുന്ന് ഇനി പെട്ടെന്നൊന്നും കിട്ടില്ല എന്നാ ഡോക്ടർ പറഞ്ഞ. പോവല്ലേ നിക്ക്. ഡോക്ടർ വേറൊരു ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്നു. എന്ത് ട്രീറ്റ്മെന്റ്? അത് ഈ IVF ട്രീറ്റ്മെന്റ്. IVF? നമ്മളെന്തിനാ അത് ചെയ്യുന്നത്? അല്ല, ഇപ്പൊ തന്നെ ഭാര്യയ്ക്ക് വിശേഷമായില്ലെന്ന് ചോദിച്ചു ഒരുപാട് പേര് ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ? അമ്മയ്ക്ക് വിശേഷമെന്നാ. പിന്നെ നിനക്കും പെട്ടെന്ന് കുട്ടികൾ വേണമെന്നാണല്ലോ. ഇതാകുമ്പോ ആരും അറിയയില്ല. നമ്മുടെ ഇപ്പോഴത്തെ നാണക്കേട് മാറുകയും ചെയ്യും. നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിക്കണ്ട. IVF വേറെ പണിയൊന്നുമില്ല. എടാ ലോന, ഇനി ഇപ്പൊ ഇവിടെ കേറാൻ നിക്കണോ? അങ്ങനെ അങ്ങ് പോയാലോ? കേറിയിരുന്നൊരു ചായ കുടിച്ച് പയ്യനെ പോയാലോ? എന്നാ പിന്നെ ഊണ് കൂടി കഴിച്ചിട്ട്. ബീഫും ചായട്ട് നല്ല കറി ഉണ്ടാവും. ഇരിക്കേച്ചി. മക്കൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഇന്നലെ വന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പഴേ രണ്ടിനെ ഒന്ന് കാണുന്നത്. ഒരു വിരുന്നിന് പോലും വന്നില്ലല്ലോ. അവരതിന് ഓരോരോ തിരക്കിലായിരുന്നു ചേച്ചി. ഇവിടെ തന്നെ ഇപ്പഴാ വരുന്നത്. വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയണ്ടാ. എടാ മോനെ, നിനക്കെന്തോ കുഴപ്പമുണ്ടെന്നോ ചികിത്സയിലായിരുന്നോ ഒക്കെ പത്രത്തിൽ വന്നിരുന്നല്ലോ. എന്തായത്? വല്ല മാറ്റവും ഉണ്ടോ? ഇതങ്ങനെ പെട്ടെന്ന് മാറുന്ന അസുഖമൊന്നും അല്ലമ്മച്ചി. ആണോ? എന്നല്ലാതെ നമ്മുടെ കളപ്പറമ്പിൽ ജോയിക്ക് ഇതന്നെ ആയിരുന്നില്ല പ്രശ്നം. കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായിട്ടും ഒരു കുഞ്ഞു കല്യാണം പറ്റിയില്ല. അവസാനം നാട്ടുകാരുടെ കളിയാക്കൽ കൂടി ഇപ്പൊ മൂപ്പര് ഗൾഫിലേട്ടാ പോയി. അതിന് ശേഷമാണ് ഒരു കുഞ്ഞിക്കാല് കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവനെ ഗൾഫിൽ വിടേണ്ടി വരുമോ? ഓ, അപ്പൊ അടുത്തൊന്നും നിനക്കൊരു വിശേഷം ഈ വല്യമ്മച്ച് പ്രതീക്ഷിക്കണ്ടല്ലേ? എന്നാലും എന്റെ കൊച്ചിന്റെ വിധി ഒരു വല്ലാത്ത വിധിയായി പോയല്ലോ. ആദ്യത്തെ ഡൈവേഴ്സ് ഇതിപ്പോ ഇങ്ങനെ. ചായ കുടിക്കാനാ വിളിച്ചേ, അല്ലാണ്ട് കുടുംബം കലക്കാനല്ല. ഉമ്മക്ക് മാത്രം എവിടെ നിന്ന് കിട്ടണോ ഇത്രയും നല്ല ബന്ധുക്കള്? വല്യമ്മച്ചി അങ്ങനെയാ.
നീ അവര് പറയുന്നൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. സാരമില്ലടോ, ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ കുറെ കുത്തുവാക്കുകളും കളിയാക്കലും ഒക്കെ തന്നെ ആയിരിക്കും. ആ നാണക്കേടിന്റെ കൂടെ ഇപ്പൊ അമ്മയും ഗർഭിണിയായി. ഒരുമാതിരി കോമാളിയുടെ അവസ്ഥയായിപ്പോയല്ലേ എന്റെ. IVF ചെയ്ത സക്സസ് ആവുന്ന ഉറപ്പാണോ? സക്സസ് ആവുന്ന ഡോക്ടർ പറഞ്ഞു. അപ്പൊ നമുക്ക് ചെയ്യാം. കുട്ടി ഉണ്ടായി കഴിഞ്ഞാ പിന്നെ ഇങ്ങനത്തെ നാണക്കേടുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അവസാന ഭാര്യ സമ്മതിച്ചില്ലേ? എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാ. ആദ്യം എതിർക്കും. നമ്മളൊരു ഉമ്മ ചോദിച്ചാൽ വരെ തരാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ? ഏയ്, ഞാനങ്ങനെ ഡിമാൻഡ് ഒന്നും കാണിച്ചില്ലല്ലോ. ഈ ഒരു കാര്യം ചെയ്യും, അഡ്വാൻസ് കൊണ്ടുവന്ന് 1 ലക്ഷം രൂപ എടുക്കണ്ട. ഇതിലെല്ലാം ശരിയാവുമായിരിക്കും അല്ലേ? ഇതങ്ങനെ വെറുതെ ശരിയാക്കുന്നല്ല. പ്രീ ഇംപ്ലാന്റേഷൻ സെക്ഷൽ ഡയഗ്നോസിസ് എന്നൊരു സംഭവമുണ്ട്. ഇതിന്റെ അർത്ഥം ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ ഇരട്ടക്കുട്ടികൾ വേണോ എന്ത് വേണേ തീരുമാനിക്കാം. ഇതാകുമ്പോൾ 5 ലക്ഷം വരും. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു കുഴപ്പമില്ല. എത്രയും വേഗം ഒരു കുട്ടി വേണം. എന്നാൽ ഈ നാണക്കേടിന്ന് രക്ഷപ്പെടാൻ പറ്റും. അത് ശരിയാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കളിയാക്കൽ കേട്ട് മടുത്തു ഡോക്ടറെ. ഇനിയിപ്പോ അങ്ങ് പ്ലാന്റേഷൻ വേണ്ട. ഈ ഒരു കാര്യം ചെയ്യും, ഭാര്യനും കൂട്ടി അടുത്ത ആഴ്ച ഈ തരാനുള്ള ബാക്കി 2 ലക്ഷം രൂപ ആയിട്ട് കൊണ്ടുപോകാം. ബാക്കിയൊക്കെ ഞാൻ ശരിയായി തരാം. ശരി ഡോക്ടറെ, അടുത്ത ആഴ്ച. എന്താടാ പണി പാളി മുതലാളി? ആ സെക്ഷൻ അടുത്ത് പോയിട്ട് IVF ചെയ്യാൻ പോകുന്നു. അവനിന് എന്തായാലും കുട്ടികളുണ്ടാവും. വെള്ളി വിളിച്ച പോലെ 10 മാസം കഴിയുമ്പോഴേ അവൻ കുട്ടിയായിട്ട് മുതലാളിയെ കാണാൻ വരും, ഉറപ്പായിട്ട്. എങ്കിൽ എന്ത് വില കൊടുത്ത് തടയണം? രാരിരം പാടുന്നു രാക്കിളികൾ, താളത്തിലാടുന്നു തളിർലതകൾ. രാരീരോ രാരാരോ രാരീരോ രാരാരോ. ഈ പാട്ട് പാടാതെ വെറുതെ ആട്ടിയപ്പോരെ? ഏയ്, പാട്ടില്ലെങ്കിൽ ആട്ടത്തിന്റെ ഫ്ലോ പോവും. രാരിരം പാടുന്നു രാക്കിളികൾ, താളത്തിൽ. എന്താ പപ്പ പതിവില്ലാതെ ഊഞ്ഞാലാട്ടം ഒക്കെ? രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണെന്ന് തോന്നുന്നു. ഇവൾക്കൊരാഗ്രഹം, ഒന്ന് ഊഞ്ഞാലാടണം. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ഒരു ഊഞ്ഞാലം കിട്ടി. ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹം ഭർത്താവാണല്ലോ സാധിച്ചു കൊടുക്കേണ്ടത്, അല്ലേ എന്നമ്മേ? ഏതായാലും നിങ്ങൾ ഇന്ന് വന്നു നന്നായി. നിന്നെ കൊണ്ടൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? എടാ, നമ്മുടെ പള്ളിയുടെ പുറകിലുള്ള പ്രോപ്പർട്ടി ഇല്ലേ, അതിന്റെ പേരിലുള്ള കേസിന്റെ ഫൈനൽ ഹിയറിംഗ് ആണ് നാളെ. എനിക്ക് കോടതി പോയേ പറ്റൂ, അല്ലെങ്കിൽ ആ സ്ഥലം കൈവിട്ടു പോകും. അതുകൊണ്ട് നീ രാവിലെ അമ്മയെ കൊണ്ടൊന്ന് ചെക്കപ്പിന് പോകണം. എനിക്കൊന്നും വയ്യ, അപ്പം തന്നെ കൊണ്ടുപോയാൽ മതി. എടാ, എനിക്ക് ഒഴിവാകാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാ. നിന്റെ അമ്മയല്ലേ, നിനക്ക് കൊണ്ടുപോയാൽ എന്താ പ്രശ്നം? നാണക്കേടാണപ്പാ, അത് എന്നെ പ്രശ്നം. കാണുന്നവരുടെ കളിയാക്കൽ മൊത്തം സഹിക്കണം. പിന്നെ ആ പരട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ, അവിടെ പോയാൽ ഇല്ലാത്ത രോഗങ്ങൾ എപ്പോ വന്നെന്ന് വെച്ചാൽ മതി. വൃത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്താണ് കുഴപ്പം? അവിടെയാണ് ഏറ്റവും നല്ല ഡോക്ടർമാരുള്ളത്. അപ്പം വെറുതെ പിശുക്കന്മാരുടെ മുടന്ത ഞാൻ എന്റെ അടുത്ത് പറയല്ലേ. എന്ത് ന്യായം? നിനക്ക് പോകാൻ പറ്റത്തില്ലേ, അത് പറഞ്ഞാൽ മതി. വേറെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. പറ്റില്ല. അച്ഛായ, എന്താ ഇത്? വെറുതെ എന്തിനാ അവനെ നിർബന്ധിക്കുന്നേ? ഞാൻ പിങ്കിയെ വിളിച്ചോണ്ട് പൊയ്ക്കോളാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. നമ്മള് കാരണം എന്തിനാ വെറുതെ മക്കൾക്ക് നാണക്കേടുണ്ടാവുന്നത്? നിങ്ങൾ എന്തേലും ചെയ്യും. സംസാരിച്ചത് വളരെ മോശമായി പോയി. എന്ത് മോശം? ഈ വയസ്സാം കാലത്ത് ഓരോന്ന് ചെയ്തു വെക്കുമ്പോ അവരും ഓർക്കണമായിരുന്നു. നീ ഭയങ്കര ചീപ്പായിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും സ്വന്തം അമ്മയല്ലേ. നീ പറഞ്ഞത് അമ്മയ്ക്ക് നല്ലോണം വിഷമായിട്ടുണ്ടാവും. ഈ അവസ്ഥയില് പാവത്തിനെ അങ്ങനെ സങ്കടപ്പെടുത്തണ്ടായിരുന്നു. തന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞല്ലോ അല്ലേ? ഇപ്പൊ കഴിഞ്ഞതായിരുന്നു. തന്റെ കറക്റ്റ് ടൈം ആട്ടാ. എന്തേ? കുട്ടികളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ പ്രായത്തിലുണ്ടാവണം. ഞാനൊക്കെ ശരിക്കും ലൈറ്റ് ആയിരുന്നു. ശരിക്കും ഭാഗ്യവാൻ. മമ്മി അല്ലടാ, ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്നെ? നിന്നോട് പേഴ്സണലായിട്ട് എന്തോ പറയാനാ. എന്റെ അടുത്ത് എന്ത് പറയാം? എന്ന് ചോദിക്ക്. പോയതാരാ? എന്റെ മോന.
ഡോക്ടർ ഈയല്ലേ ഇരിക്കി. എന്താ ഡോക്ടർ, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മക്ക് പ്രശ്നമൊന്നുമില്ല. തന്റെ ഒരു പ്രശ്നത്തെ പറ്റി അമ്മ എന്നോട് പറഞ്ഞു. അതേക്കുറിച്ച് ചോദിക്കാനാ തന്നെ വിളിപ്പിച്ചത്. അത് പിന്നെ അതിപ്പം വലിയ പ്രശ്നമൊന്നുമല്ല, അതൊക്കെ ഞാൻ പരിഹരിച്ചു. എങ്ങനെ? അത് ഈ IVF ട്രീറ്റ്മെന്റ് അത് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. IVF? ഈടോ തന്റെ കല്യാണം ഈ അടുത്തല്ലേ കഴിഞ്ഞുള്ളൂ? അതെ. അപ്പൊ കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ താൻ IVF പോലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു? അല്ല ഡോക്ടർ, അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഡോക്ടറെ. എന്ത് പ്രശ്നങ്ങൾ? തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയാം, അതിനാണല്ലോ ഞാൻ വിളിക്കുന്നത്. എടോ, തന്റെ ആ ഡോക്ടർ എന്താണ് അയാളുടെ പേര് പറഞ്ഞത്? സക്സേന. സക്സേന കറക്റ്റ് പേരാ. ഈ സക്സേന തന്നെ വിദഗ്ധമായിട്ട് പറ്റിച്ചതാണ്. ഇൻട്രോ കവർ നോസൽ ടെസ്റ്റ്, നൊക്ടേണൽ ടെസ്റ്റ്, ഇമ്പോർട്ടൻസ് കൺഫേം ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് തന്നെ കൊണ്ട് അയാൾ ചെയ്യിച്ചിട്ടുണ്ടോ? ഇല്ല. അറ്റ്ലീസ്റ്റ് തന്നെയും വൈഫിനെ ഇരുത്തിക്കൊണ്ട് ഒരു കൗൺസിലിംഗ് എങ്കിലും അയാൾ തന്നിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തു നോക്കാതെയാണോ താൻ IVF ചെയ്യാൻ പോകുന്നത്? എടോ, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായിട്ടും കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ അവസാനം ആർഗോട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ആണ്. അല്ലാതെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഓടിപ്പോയി ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് അല്ല. അത് ഞാൻ അമ്മ പ്രഗ്നന്റ് ആയതിന്റെ നാണക്കേട് ഓർത്തിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു പോയതാ ഡോക്ടർ. ഈ നാണക്കേടാണ് പലരും ചൂഷണം ചെയ്യുന്നത്. തന്നെ മാത്രം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവിടുത്തെ ഗവൺമെന്റിനെ പറഞ്ഞാൽ മതി. ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള പത്രത്തിൽ കണ്ടിട്ടില്ലേ? തടി കുറക്കാം, ഉയരം കൂട്ടാം, കഷണ്ടി മാറ്റാം, ലെങ്ത് കൂട്ടാം, ഇറക്ഷൻ പ്രശ്നങ്ങൾ മാറ്റാം, അങ്ങനെ എന്തെല്ലാം പരസ്യങ്ങൾ വരുന്നു. ഇതൊക്കെ കഴിച്ച് വല്ലവരുടെ പ്രശ്നങ്ങൾ മാറിയിട്ടുള്ളതായി താൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം തട്ടിപ്പാടോ. നാണക്കേട് കൊണ്ട് ആരും പുറത്ത് പറയാത്തതാണ്. ഇത് തന്നെയാണ് മരുന്ന് കമ്പനിക്കാരും പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും ചെയ്യുന്നത്. കിടപ്പറയിൽ വരെ ഒളി ക്യാമറ വെച്ച് സത്യം പുറത്തു കൊണ്ടുവരുന്ന ചാനലുകാരും പത്രക്കാരും ഇതിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരില്ല. കാരണം ഇത്തരം സാധനങ്ങളുടെ പരസ്യത്തിലൂടെ അവർക്കും നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റൽ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോ 5 രൂപയുടെ ഒരു OP ടിക്കറ്റ് തീരേണ്ട പ്രശ്നത്തിനാണ് താൻ 1-2 ലക്ഷം രൂപ മുടക്കാൻ തീരുമാനിച്ചത്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ എഴുതി തന്ന അത് വെറുതെയെങ്കിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ അടുത്ത് റെഫർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ആവശ്യത്തിനോ അനാവശ്യത്തിനോ എന്നറിയാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് കമ്മീഷനില്ലേ. അപ്പൊ ഞാനിനി എന്താ ഡോക്ടറെ ചെയ്യേണ്ടത്? താനൊരു കാര്യം ചെയ്യും, വൈഫിനെയും കൂട്ടി ഒരു ദിവസം ഇങ്ങോട്ടൊന്ന് ഇറങ്ങും. പേടിക്കണ്ടോ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. വരുമ്പോ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്ത് റിസൾട്ട് ആയിട്ട് പോകാം. ശരി ഡോക്ടർ. ഓക്കെ. അത് അമ്മേ, എന്താ മോനെ? അമ്മ എന്റെ കാര്യം ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയൊരു അബദ്ധത്തിൽ ഞാൻ ചാടിയനെ. സത്യം പറഞ്ഞ അമ്മ പേടിച്ചിരിക്കായിരുന്നടാ. നിന്റെ പ്രശ്നം നിന്നോട് ചോദിക്കാതെ ഡോക്ടറോട് പറഞ്ഞല്ലോ എന്ന് ഓർത്ത്. അയാൾ വലിയ ഡോക്ടറാ, അതുകൊണ്ട് അയാളോട് തന്നെ പറഞ്ഞേ. സോറി അമ്മേ, ഞാൻ ഇന്നലെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. അയ്യോ, അത് കളമക്കളെ, ഞങ്ങളൊന്നും കാര്യമാക്കിയിട്ടേ ഇല്ല. മക്കളാവുമ്പോ അച്ഛനമ്മമാരോട് ദേഷ്യപ്പെടും, അവരും തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയും. ഇതെല്ലാ കുടുംബത്തിലും ഉള്ളതാ. ഇന്നലെ നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് കുറച്ച് വിഷമമുണ്ടായി. ഇപ്പൊ അത് മാറി, സന്തോഷമായി. ഇത്രേ ഉള്ളൂ. സ്നേഹമുള്ളിടത്തെ കലഹം ഉണ്ടാവില്ല. സുനാമി ഹോഴ്സ് പവർ പൗഡർ എന്ന് പറയുന്നത് മേടിക്കുന്നുണ്ട്. സാധാരണ ഞാനത് ലാസ്റ്റ് കൊടുക്കരുത്, പക്ഷെ നമുക്ക് ആദ്യം നിന്ന് തരാം. എന്റെ കാര്യം അപ്പൊ പറഞ്ഞ് നാവ് എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ബാക്കി പേയ്മെന്റ് ആയിട്ട് വന്നിരിക്കില്ലേ? അതെ, തന്നോളൂ. കള്ള ഫ്രോഡേ, താൻ എന്റെ കാശടിക്കാൻ വേണ്ടിട്ടല്ലോ എന്നെ കൊണ്ട് IVF ചെയ്യിപ്പിക്കാൻ തന്നെ. ഏതോ എനിക്ക് ഭാര്യയുടെ നാട്ടുകാരെ മുന്നിൽ നാടൻ കെടാതിരിക്കാൻ IVF ചെയ്തേ പറ്റൂ. പിന്നെ എനിക്കൊരു എത്തിക്സ് ഇല്ല, ഞാനൊരു ഡോക്ടറാണ്. താൻ എവിടുത്തെ ഡോക്ടറാണോ? ഇവിടുത്തെ
എടോ ഇമ്പോർട്ടൻസ് കൺഫേം ചെയ്യാനുള്ള എന്തെങ്കിലും ടെസ്റ്റ് താൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചോ? അത് വെറുതെ എന്റെ പൈസ പോക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. എനിക്കൊരാളെ കണ്ടാ മനസ്സിലാവും കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതാണ് ഈ ഡോക്ടർ സക്സേന. പിന്നെ ഇതെന്താണോ? ഇത് കടലാസല്ലേ? കടലാസ്. എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണിത്. അതൊരു നല്ല വാർത്തയല്ലേ? സന്തോഷിക്കുന്ന വാർത്ത. ഞാൻ അടച്ച കാശ് മുഴുവൻ എനിക്ക് ഇപ്പൊ തിരിച്ചു വേണം. അഡ്വാൻസ് തിരിച്ചു കൊടുക്കുന്നത് ബില്ലിലുണ്ടല്ലോ. പിന്നെ ഇവിടെ ഒന്ന് വല്ലാതെ ഷൈൻ ചെയ്യണ്ട. എന്റെ ഈ പെർഫോമൻസ് മുഴുവൻ CCTV റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്നെപ്പ പോലീസ് ബുക്കും. വിട്ട മോനെ വിട്ടോ, ഷോ ഒന്നും കാണിക്കണ്ട. തന്നോടൊക്കെ ദൈവം ചോദിക്കോളൂ. പിന്നെ ദൈവത്തിന് അതല്ലേ പണി. ഞാൻ കുറെ നാളെ വിചാരിക്കണത് ഇതാരി തോക്ക്. തോക്കാ? അങ്ങേറെ തോക്കുണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലേ? ഒരു കാര്യമില്ല. അപ്പൊ അതാണ് പ്രശ്നം. അതെ, നിന്റെ ഭർത്താവിനെ ശരിയാക്കാൻ പറ്റിയ നല്ലൊരു ഡോക്ടർ എന്റെ അടുത്തുണ്ട്. ഡോക്ടർ സക്സേന. മിടുക്കന. ഇതല്ലേ ഡോക്ടർ സക്സേന? ഇത് തന്നെയാണ്. അപ്പൊ നിന്റെ ഭർത്താവ് ഇയാളുടെ പോണ്ട. അയ്യോ എടാ മണ്ട, ഈ കോന്തന എന്റെ ഭർത്താവ്. ഇയാള് നിന്റെ ഹസ്ബൻഡാ? എടാ നിന്റെ ഹസ്ബൻഡിന്റെ ഒരു ബിജു എന്നല്ലേ പറഞ്ഞത്? അയ്യോ ബിജു അയാളുടെ ഒഫീഷ്യൽ നെയിമാ. ഇത് മാർക്കറ്റിംഗിന് വേണ്ടി അയാൾ സക്സേന നിട്ടുന്നേ ഉള്ളൂ. അയ്യോ ചേട്ടൻ വന്നു. മാഗി മാഗി. ഓ ഞാൻ എന്തിനാ വിളിക്കുന്നത്? ഇയാളല്ലേ പോയി വിളിക്കണ്ടേ? ഞാൻ എങ്ങോട്ട് കൂട്ടരെ, ഇനിയാണ് കളി. പണി പാടി. ആരാടി കൂടുതൽ ഇറങ്ങിപ്പോയത്? ഒടിയനല്ലേ? ഒടിയനാടി. ഡോക്ടർ അകത്തുണ്ടോ? ഉണ്ട്. എന്തിനാ? ഡോക്ടറെ ഒന്ന് കാണാനേ. എന്നാ ഈ പുതപ്പൂട് കിട്ടോ? എന്താ പുതപ്പൊക്കെ ആയിട്ട്? ഇവിടുത്തെ ചികിത്സയൊക്കെ വളരെ രഹസ്യമാണെന്ന് തോന്നുന്നു. സക്സേനയുടെ കളി. വെടിവെച്ച കേസിന്റെ തുടരന്വേഷണത്തിൽ സക്സേന വ്യാജനാണെന്ന് തെളിഞ്ഞു. വെടി കിട്ടിയതോടുകൂടി ബ്രിട്ടോയുടെ കാര്യവും ഒരു തീരുമാനത്തിലായി. പിന്നെ ഇയോയും ആനിയും അവരെന്റെ അടുത്ത് തന്നെ ഉണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ നിർബന്ധമായിട്ടൊരു ഹണിമൂണിന് പോയിരിക്കണം. അത് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോട്ടോ ഇട്ട് നാട്ടുകാരെ കാണിക്കാനല്ല. നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റിയ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിൽ ഒന്നാണത്. അപ്പോ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കൊള്ളും. മാറുമായിരിക്കും അല്ലേ? ഈ ടാബ്ലറ്റ് കൂടി കഴിക്കുമ്പോൾ തന്റെ പ്രശ്നങ്ങൾക്ക് കംപ്ലീറ്റ് ആയി സൊല്യൂഷൻ ആവും. താങ്ക് യു ഡോക്ടർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ചികിത്സയാ. ഓക്കെ ഡോക്ടർ. Love. Feel it. Make it. Yeah. Eternal. The love starts here. കാറ്റുമുണ്ടേടേ മഴ ചാറ്റലുണ്ടേടേ നിന്നെ നോക്കി നിന്ന് നേരം പോയേടേ തോട്ടുവെള്ളത്തിൽ ഒരു തോർത്തുമുണ്ടിട്ട് നല്ല നാട്ടുവരാൽ മീനെ പിടിക്കാം ഇനി ആരും കണ്ടിടാതെ ഇളനീരിൻ കുമ്പിൽ നിന്നും തരി ഞാനൻ ചുണ്ടിൽ ചേർത്തേ വച്ചോട്ടെ നിനക്കെന്താണ് എന്റെ പെണ്ണെ അന്തിച്ചോപ്പിൽ കാണുമ്പോൾ പണ്ടത്തെക്കാൾ ചന്തം തോന്നുന്നേ കാറ്റുമുണ്ടേടേ മഴ ചാറ്റലുണ്ടേടേ നിന്നെ നോക്കി നിന്നു നേരം പോയേടേ തൊട്ടുവെള്ളത്തിൽ ഒരു തോർത്തുമുണ്ടിട്ട് നല്ല നാട്ടുവരാൽ മീനെ പിടിക്കാം
you're my baby, you're my honey sugar bum baby. Let's make some love on this wonderful. Hug me, kiss me, touch me, don't leave me. അരികെ എന്തോരം ഞാൻ മിണ്ടാൻ വന്നിട്ടും തിരികെ ചൊല്ലിയിലൊന്നും മഞ്ചാടിപ്രാവേ തിരയെ തീരം മെല്ലെ ചാഞ്ചാട്ടും പോലെ കനിയെ നിന്നെ എന്നും നെഞ്ചിൽ ചേർക്കാമേ ഒന്നായി പെരുമഴ നനയാ കണ്ണേ നാ കുടക്കീഴേ നീ ഒന്നേ ഇടമലരിതളേ എന്നാളും മനം ഒന്നേ കാറ്റുമുണ്ടേടേ മഴ ചാറ്റലുണ്ടേടേ നിന്നെ നോക്കി നിന്ന് നേരം പോയേടേ ഓ തൊട്ടുവെള്ളത്തിൽ ഒരു തോർത്തുമുണ്ടിട്ട് നല്ല നാട്ടുവരാൽ മീനെ പിടിക്കാം ഇനി ആരും കണ്ടിടാതെ ഇളനീരിൻ കൊമ്പിൽ നിന്നും തരി ഞാൻ ചുണ്ടിൽ ചേർത്തേ വച്ചോട്ടെ നിനക്കെന്താണ് എന്റെ പെണ്ണെ അന്തിച്ചോപ്പിൽ കാണുമ്പോൾ പണ്ടത്തെക്കാൾ ചന്തം തോന്നുന്നേ കാറ്റുമുണ്ടേടേ മഴ ചാറ്റലുണ്ടേടേ നിന്നെ നോക്കി നിന്ന് നേരം പോയേടേ ഓ തൊട്ടുവെള്ളത്തിൽ ഒരു തോർത്തുമുണ്ടിട്ട് നല്ല നാട്ടുവരാൽ മീനെ പിടിക്കാം നല്ല നാട്ടുവരാൽ മീനെ പിടിക്കാം Hey, you're my baby, you're my honey sugar bum baby. Let's make some love on this wonder world. Hug me, kiss me, touch me, don't leave me. സച്ചിൻ ടെണ്ടുൽക്കർ അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ജോഹന്നാസ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു സച്ചിൻ ടെണ്ടുൽക്കർ അതൊരു ബൂംചിക്ക. ഹലോ ഡോക്ടറെ ഇയോ ആണ്. എന്താണോ പറയണോ? താങ്ക് യു ഡോക്ടർ. ഡോക്ടർ തന്ന മരുന്ന് എന്തായാലും വർക്കൗട്ടായി. ഈ മരുന്ന് ആദ്യമേ കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. എനിക്കിനി ആ മരുന്ന് വേണം ഡോക്ടറെ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി ഈ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി താൻ ഇങ്ങോട്ട് വരണ്ട. എന്താ ഡോക്ടർ തീർന്നുപോയാ? എടോ ഞാൻ തനിക്ക് തന്നത് വെറും വൈറ്റമിൻ ടാബ്ലറ്റ് ആയിരുന്നു. വൈറ്റമിൻ ടാബ്ലറ്റോ? അതേടോ, അല്ലാതെ തനിക്ക് യാതൊരുവിധ അസുഖമില്ല. ആണോ ഡോക്ടർ? അതേടോ, ഇതെല്ലാം തന്റെ മനസ്സിന്റെ വെറും തോന്നലുകളായിരുന്നു. ഈ അവസ്ഥയ്ക്ക് ഹണിമൂൺ ഇമ്പോർട്ടൻസി എന്ന് പറയും. പല യുവാക്കൾക്കും കല്യാണം കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു ആങ്സൈറ്റി പ്രോബ്ലം മാത്രമാണിത്. ഇതിന്റെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കാന്നുള്ളത് മാത്രമാണ്. ആ സ്നേഹമാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എന്താ തീരം ഇനിയും വിറയും ഈ പൂക്കാലം ഇനിയും വിരിയും ഇതാ മതൻ തളിർ പെൺമനം നറും താരമായി തെളിയേ ഭൂമിയിൽ പൂവിടും ചാരുവാ കോമലിൻ വരവിനായേ കൊതിയുമായേ മിഴിയെറിഞ്ഞേ നിന്നെ ഞങ്ങൾ കരുതലോടെ